ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 2 പള്ളികളെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചു. എന്താ പള്ളിയുടെ ചരിത്ര പശ്ചാത്തലം എന്ന് വെച്ചാൽ, അബു ആമിർ എന്ന പേരിൽ മദീനയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം പുരോഹിതനാകാൻ ശ്രമിച്ചു, ക്രിസ്തീയ പുരോഹിതനായി മാറി. അബു ആമിർ അർ-റാഹിബ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തീയ പുരോഹിതനായി മാറി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ സ്വീകാര്യതയും വളർച്ചയും ഒക്കെ കണ്ട് കണ്ണുകടി മൂത്തു. ആ കണ്ണുകടിയുടെ പേരിൽ ജൂതന്മാരുമായി രഹസ്യ ബാന്ധവം വെച്ച് പുലർത്തി. അതോടൊപ്പം മദീനയിലുമായി വളരെ വ്യക്തമായ ബാന്ധവം വെച്ച് പുലർത്തി അബു ആമിർ. കൂടുതൽ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അബു ആമിർ ഈ നിലയിൽ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വിപത്തുകൾ സമ്മാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോരടിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ സഹാബത്തിന്റെ മനസ്സിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട്, 2 ചേരിയാക്കി തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ വിശേഷിപ്പിച്ച സൂറത്ത് ആല ഇമ്രാനിൽ പറഞ്ഞ രൂപത്തിൽ മാനസികമായ വിഭ്രാന്തി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അബു ആമിറാണ് ചുക്കാൻ പിടിച്ചത്. മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കുകയും ഭിന്നത വളർത്തുകയും അങ്ങനെ പരാജയം രുചിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദിന് ശേഷം വലിയ വിജയം കിട്ടി. തങ്ങൾ ഇങ്ങനെ വളരാൻ ശ്രമിച്ചു. ആ വളർച്ച നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അബു ആമിർ നിരാശപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല, വേറെ എവിടെങ്കിലും രഹസ്യമായ മറ്റു ബാന്ധവങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അയാള് ഹിർഖലിന്റെ അടുക്കലേക്ക് സഞ്ചരിച്ചു. ഹിർഖലുമായി രഹസ്യ സംഭാഷണം നടത്തി. ഹിർഖൽ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, മദീനയിലെ പുതിയ പ്രവാചകനുമായി യുദ്ധം നടത്താൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അബു ആമിർ ഹിർഖലുമായി ഉണ്ടാക്കിയ ഈ രഹസ്യ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദീനയിലേക്ക് പടയെടുത്ത് വരാൻ ഒരുങ്ങുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ സഹാബാക്കളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് രഹസ്യ സംഭാഷണത്തിലൂടെ മദീനയിലുള്ള മുനാഫിഖുകളുമായി അയാൾ ബന്ധം പുലർത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആ മുനാഫിഖുകളുടെ സംഘത്തോട് അയാൾ പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് വരുമ്പോൾ എനിക്കൊരു കേന്ദ്രം വേണം, ഒരു ആസ്ഥാന മന്ദിരം വേണം, ഒരു ഓഫീസ് വേണം, ഒരു ഓഫീസ്. അതുകൊണ്ട് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ഓഫീസ് നിർമ്മിക്കണം. എങ്ങനെ ഓഫീസ് നിർമ്മിക്കാൻ കഴിയുക? ഓഫീസ് നിർമ്മിക്കാൻ എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുക, എന്നിട്ട് മുഹമ്മദിനെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറയുന്നത് 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ സംഘടനകളും അവരവരുടെ ലേബലിൽ ഒരു ആസ്ഥാന മന്ദിരം എന്ന ലക്ഷ്യത്തോടുകൂടി പള്ളി ആവശ്യമില്ലാത്ത പ്രദേശത്ത് പടച്ചവന്റെ വീടെന്ന പേരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പള്ളികൾ, ആ പള്ളികളിൽ ഓരോ ദിവസവും കേൾപ്പിക്കുന്ന പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും പറഞ്ഞു തീർക്കുന്ന ചീത്തവിളികൾ, ഓരോ ദിവസവും പറയുന്ന ഗീബത്ത് നമീമത്തുകൾ, ഇതിന്റെ ഉത്ഭവം എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അനാവശ്യമായ നിലയിൽ കോപ്പുകൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അനാവശ്യമായ നിലയിൽ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു ആസ്ഥാന മന്ദിരം വേണം, അതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മുനാഫിഖുകൾക്ക് അത് നല്ലൊരു ആശയമായി തോന്നി. അവര് സ്വന്തമായി സംഘടിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചു. നിർമ്മാണം ഏകദേശം പൂർത്തിയായപ്പോൾ അവർ വന്ന് ഉദ്ഘാടകനായി തങ്ങളെ വിളിച്ചു. തങ്ങളാണല്ലോ എല്ലാ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും ഏത് പള്ളി വേണമെങ്കിലും ഉദ്ഘാടനം ചെയ്യും. തങ്ങളെ വിളിക്കാൻ വന്നു പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ തബൂക്കിലേക്ക് പോകുന്ന തിരക്കിലാണ്, തബൂക്കിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നേരമാണ്, പോയി വരട്ടെ, ഇപ്പൊ തൽക്കാലം ഡേറ്റ് ഇല്ല, ഞാൻ പോയി വന്നിട്ടൊരു ഡേറ്റ് തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തങ്ങൾ തബൂക്കിലേക്ക് യാത്രയായി. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ മദീനയിൽ എത്തുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ ഈ ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, നബി തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളി മസ്ജിദുൽ ദിറാറാണ്. ലമസ്ജിദുൻ ഉസ്സിസ അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. നരകത്തിലേക്ക് ആപതിക്കുന്നതിന് വേണ്ടി അതിന്റെ വക്കിൽ കൊണ്ടുപോയി അപകടകരമായ സ്ഥലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പണിതുയർത്തുന്ന പള്ളിയാണത്. ഞാൻ എന്തിനാ ഇങ്ങനെ അടിവരയിട്ട് പറയുന്നതെന്നറിയോ? ഖുർആനിന്റെ ആയത്താണ്. നമ്മളുടെ പള്ളികളിൽ പലതിനെയും നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വാശിയുടെ പേരിൽ ഉണ്ടാക്കിയ പള്ളികളാണ്. എന്റെ സംഘടനയ്ക്കൊരു പള്ളി വേണം. ഞാൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീറിൽ പഠിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, മസ്ജിദു തഖ്വ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയെ, ഖുബായിലുള്ള പള്ളിയെ അല്ലാഹു തആല ഖുർആനിന്റെ ആയത്തിൽ വിശേഷിപ്പിച്ചത്.
മസ്ജിദുൽ ദിറാർ എന്നാണ് മറ്റേ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. മസ്ജിദുൽ തഖ്വ എന്നൊരു പള്ളിക്ക് പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? മസ്ജിദുൽ ദിറാർ എന്ന് മറ്റൊരു പള്ളിക്ക് പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ മസ്ജിദുൽ തഖ്വയിൽ വന്നു പോകുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധിയാകുന്നു, അവരുടെ ശരീരം ശുദ്ധിയാകുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഇവിടെ വന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോൾ തഖ്വ ഉണ്ടാകുന്നു, ഖശിയത്ത് ഉണ്ടാകുന്നു. കരഞ്ഞ ദുആയുമായി കണ്ണുനീരുമായിട്ടാണ് പുറത്തു പോകുന്നത്. മറ്റേ പള്ളി പോകുമ്പോഴോ വരട്ടെ മൊയ്തീൻ ഷേഖിനെ കൊല്ലാനുള്ള ആവേശമായിട്ട് ഒരാൾ ഇറങ്ങാം അല്ലേ? ഒരു പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊയ്തീൻ ഷേഖിനെ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ഞെരിച്ചു കൊല്ലാം എന്നാണ്. വേറെ ഒരു പള്ളിയിലെ പ്രസംഗം കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊയ്തീൻ ഷേഖിനെ കിട്ടിയിരുന്നായിരുന്നെങ്കിൽ ഒരു പച്ച പൊട്ട് പുതപ്പിച്ചിട്ട് ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കാമായിരുന്നു. ഒരു വിഭാഗം ആളുകൾ മൊയ്തീൻ ഷേഖിനെ പുതച്ചു കൊല്ലാൻ, വേറൊരു വിഭാഗം ആളുകൾ മൊയ്തീൻ ഷേഖിനെ ഞെരിച്ചു കൊല്ലാൻ. ഇത് രണ്ടും കേട്ടത് എവിടുന്നാണ്? മിമ്പറിൽ നിന്നാണ്, മെഹ്റാബിൽ നിന്നാണ്. ഇത് രണ്ടും കേട്ടത് മിമ്പറിൽ നിന്നാണ്, മെഹ്റാബിൽ നിന്നാണ്. ഈ രണ്ട് വിഭാഗത്തിന്റെയും നാവുകളിലൂടെ മുഴങ്ങിയ ശബ്ദം പടച്ചവനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാക്കുന്ന ശബ്ദമായിരുന്നെങ്കിൽ, ഖശിയത്തുണ്ടാക്കുന്ന ഭയപ്പാടുണ്ടാക്കുന്ന ഖശിയത്തുണ്ടാക്കുന്ന ശബ്ദമായിരുന്നെങ്കിൽ, കണ്ണുനീരൊലിപ്പിക്കുന്ന ആ ഒരു പ്രസംഗങ്ങളായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടോടുകൂടി ആഖിറത്തെ പറ്റിയുള്ള ഫിക്രോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഈ അടിയാറുകളുടെ മനസ്സിൽ ആരോടും വാശിയുണ്ടാവൂലല്ലോ, ആരോടും വക്രണ്ടാവൂലല്ലോ. എല്ലാരോടും നല്ല നിലയിലല്ലേ പെരുമാറുകയുള്ളൂ, എല്ലാരോടും നല്ല നിലയിലല്ലേ സമീപിക്കുകയുള്ളൂ. ഇവിടുന്ന് നമ്മൾ പ്രസംഗം കേൾക്കുന്നു, ഇന്ന 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 ആളുകളൊക്കെ സലാം പറഞ്ഞാൽ മടക്കരുത്. ഏദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയുവോ? നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ. ഏതാ നേരായ മാർഗം എന്നറിയുവോ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായ ജമാഅത്ത് മുജാഹിദ് തബ്ലീഗ് പോലെയുള്ള പിഴച്ചവരുടെ മാർഗമല്ല. ഇത്ര വ്യക്തമായ നിലയിൽ നമ്മുടെ പള്ളികളുടെ മിമ്പർ ഉപയോഗപ്പെടുത്താൻ ഈ സമുദായത്തിന്റെ പണ്ഡിത വിഭാഗം സന്നദ്ധരായപ്പോൾ, തയ്യാറായപ്പോൾ, മറുഭാഗത്ത് അതിന്റെ മറുപടി അടുത്ത ദിവസം കേൾക്കാം നമുക്ക്, അതിനേക്കാളും നല്ല സാഹിത്യ ഭാഷയിൽ. ഏതായിരുന്നാലും ഈ സാഹിത്യ ഭാഷകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇടയിൽ ഈ സമുദായം ഛിന്ന ഭിന്നമാക്കപ്പെടുകയാണ്. ആ വേദനയാണ് എന്റെ സംഭാഷണത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പള്ളിയെ മസ്ജിദുൽ ദിറാർ എന്ന് വിശേഷിപ്പിച്ചു. എന്താ മസ്ജിദുൽ ദിറാർ എന്ന് വിശേഷിപ്പിച്ചത്? ആ പള്ളിയുടെ ചുമര് മോശമായി പോയി, അതിനടിച്ച കളർ മോശമായി പോയി, അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ച സിമന്റ് മോശമായി പോയി, അതുകൊണ്ടാണോ? അല്ല. പിന്നെ ആ പള്ളിയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം, ആ പള്ളിയിൽ നിന്നും നൽകപ്പെടുന്ന സന്ദേശം, ആ പള്ളിയിലൂടെ നൽകപ്പെടുന്ന സംസ്കരണ പദ്ധതി, അത് ദുഷിച്ചപ്പോൾ അള്ളാഹു അതിനെ മസ്ജിദുൽ ദിറാർ, ഉപദ്രവത്തിന്റെ പള്ളി, എടങ്ങേറിന്റെ പള്ളി എന്ന് പേരിട്ടു. ഇപ്പൊ ഞാൻ ആലോചിച്ചു പോവാണ്, നമുക്ക് നമ്മുടെ നാട്ടിൽ പള്ളികളുടെ പേരും വിഭജിച്ചെടുത്തിരിക്കുക. മദീന മസ്ജിദ് എന്ന് പറഞ്ഞാൽ, അൻസാർ മസ്ജിദ് എന്ന് പറഞ്ഞാൽ തബ്ലീഗ് വിഭാഗത്തിന്റെ പള്ളിയാന്ന് തിരിച്ചറിയാം. മസ്ജിദ് ഹിറ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയാണെന്നറിയാം. മസ്ജിദുൽ സലഫി എന്നോ ഇസ്ലാഹി എന്നോ പറഞ്ഞാൽ മുജാഹിദ് വിഭാഗത്തിന്റെ. മൊയ്തീൻ പള്ളി, ബദർ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ പള്ളിയാ? മൊയ്തീൻ പള്ളി, ബദർ പള്ളി, പിന്നെ ഏതാ പള്ളിയുള്ള? മൊയ്തീൻ പള്ളി, ബദർ പള്ളി, ഷാദിലി പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് സുന്നി വിഭാഗത്തിന്റെയാണ്. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മളുടെ സമുദായം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? നമ്മളുടെ സമുദായം സംഘടനാപരമായി വിഭജിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് ഉപയോഗിക്കാനുള്ള നാമങ്ങളും പേരുകൾ പോലും അവർ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. എന്റെ കൊടിയുടെ കളറ് ഞാൻ കൃത്യമായി നിഷ്കർഷിച്ചതുപോലെ, ഞാൻ ഉണ്ടാക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്, ഓഫീസിന്, അതിന്റെ നാമത്തിൽ പോലും കൃത്യമായ വിവേചനം കൽപ്പിക്കുകയാണ്. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇഴുകിച്ചേരാൻ, ഒത്തുപോകാൻ ഒരു സമവായവും ഇല്ലാത്തതുപോലെ ശക്തമായ ചേരിതിരിവ് നമ്മുടെ സമുദായത്തിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അനൈക്യം വളർത്തുകയാണ് നമ്മൾ. അനൈക്യം വളർത്താൻ പള്ളികളെ നമ്മൾ ഉപയോഗിക്കുകയാണ്. പള്ളി എന്തിനുള്ളതാണ്? പള്ളി ഐക്യം വളരാനുള്ളതാണ്. പള്ളിയിലേക്ക് 5 നേരം നമ്മളെ വിളിച്ചിട്ട് സഫുകൾ നേരെ നിൽക്കണേ എന്ന് ഇമാമ് പറയുന്നു. സഫുകൾ നേരെ നിൽക്കണേ, നേരെ നിൽക്കുമ്പോൾ നിങ്ങൾ വളയരുതേ എന്ന് പറയുന്നു, തമ്മിൽ അകലരുത് എന്ന് പറയുന്നു. ഇടയിൽ ഇടവിട്ടുകൊണ്ട് നിങ്ങൾ സഫിൽ നിന്നാൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുമെന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുമ്പിലത്തെ സഫിൽ ഒരല്പം ഗ്യാപ്പ് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ പുറകിൽ നിൽക്കുന്ന സഫുകൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല എന്ന് പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വളയരുത്, തമ്മിൽ വിള്ളലുണ്ടാകരുത്, അകൽച്ചയുണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ വളഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സുകളെയും അള്ളാഹു വളച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എന്തിനാണ് നമ്മളെ പഠിപ്പിച്ചത്? നമ്മളെ പള്ളിയിലേക്ക് 5 നേരം വിളിച്ചു വരുത്തിയിട്ട് മനസ്സും തമ്മിൽ ഇഴുകിച്ചേരാനാണ് നമുക്ക് ഉപദേശം നൽകേണ്ടത്. മനസ്സും തമ്മിൽ നമ്മളെ കൂട്ടിയിണക്കാനാണ് നമുക്ക് ഉപദേശം നൽകേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. ശക്തമായ ഒരു കോട്ട പോലെ സഫായി നിന്നുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്ന, ജിഹാദ് ചെയ്യുന്ന അടിമകളോട് അള്ളാഹ്ക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ.
നമുക്ക് ആ കോട്ടയിൽ വിള്ളൽ വന്നുപോയതിന്റെ ദുഃഖമാണ് ഇന്ന് കടിച്ചിറക്കേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ എവിടെയാണ് ഇത് സംഭവിച്ചത്? എവിടെയാണ് ഈ അപജയമുണ്ടായത്? മസ്ജിദ് വറാറുകൾ വർദ്ധിച്ചപ്പോഴാണ്, മസ്ജിദ് തഖ്വകൾ നഷ്ടപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയുടെ നിർമ്മാണം നടത്താൻ നമുക്ക് സാധ്യമാകാതെ പോയപ്പോഴാണ്. പ്രിയമുള്ളവർ, എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയും ആ പള്ളി നൽകുന്ന സന്ദേശവും പ്രസക്തമാകുന്നത്? അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഈ സമുദായം തയ്യാറാകേണ്ടത്. إنما يعمر مساجد الله من آمن بالله واليوم الآخر إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين إنما يعمر مساجد الله നിശ്ചയമായും അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവരാരാണ്? മൻ, ഒരു ചിലര് മാത്രമാണ്. എന്താ ഈ മാത്രം എന്ന അർത്ഥം വരുന്നത്? ഇന്നമ എന്ന് പറഞ്ഞാൽ ഹസ്റിന്റെ പ്രയോഗമാണ്. ഹസ്റിന്റെ പ്രയോഗം എന്നാൽ എന്താ അർത്ഥം? അതിനുശേഷം പറയാൻ പോകുന്നത് അവർക്കല്ലാതെ വേറൊരാൾക്കും അവകാശമേ ഇല്ല എന്ന് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്റിന്റെ പദപ്രയോഗം നടത്താറുള്ളത്. ഈ പറയുന്ന ആളുകൾക്കല്ലാതെ പള്ളി പരിപാലിക്കാൻ അവകാശമില്ല. എന്തിനാ ഞാനിത് എടുത്തു പറയുന്നത്? ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലന കമ്മിറ്റിയിൽ പടച്ചവൻ നിർദ്ദേശിച്ചിരിക്കുന്ന ക്വാളിറ്റികൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ കടന്നുകൂടിയപ്പോഴാണ് പള്ളിയുടെ സതുദ്ദേശം നഷ്ടപ്പെട്ടത്, അത് ദുരുദ്ദേശപരമായി മാറിയത്. പള്ളി പരിപാലിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? മൻ ആമന ബില്ലാഹ്. മൻ ആമന ബില്ലാഹ്, ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. ആദ്യമായി ആഖിറത്തിൽ വിശ്വസിക്കണം. രണ്ടാമതായി അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കുന്നവർക്ക് പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട്, എന്റെ ഉപ്പാനെ പ്രസിഡന്റ് ആക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് തർക്കിക്കാൻ കഴിയുമോ? കത്തിക്കൂത്ത് വിധേയനാകാൻ കഴിയുമോ? സഹോദരങ്ങളെ, റമദാനിന്റെ പ്രാരംഭ ദിശയിൽ നമ്മൾ കേട്ട കോട്ടക്കലിലെ ഒരു പള്ളിയുടെ ചരിത്രം, 2 സഹോദരങ്ങൾ ഷഹീദാക്കപ്പെട്ടു, 2 സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? റമദാനിൽ ബദരീങ്ങൾ ഷഹീദാക്കപ്പെട്ടത് പരിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. റമദാനിൽ മക്കം ഫതഹിന്റെ ദിവസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വന്ന സഹാബാക്കൾ അറുകൊല ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ട്? ഇസ്ലാമിന്റെ പെണ്ണിക്കൊടി പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിന് മുന്നോടിയായി ജനറൽ ബോഡി കൂടുന്ന സന്ദർഭത്തിൽ ജുമാ നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വന്ന 2 സഹോദരങ്ങൾ കത്തിക്കുട്ടിന് വിധേയരാക്കപ്പെടുന്നു. പരസ്യമായി പള്ളിയുടെ ഉള്ളിൽ അവർ പെടഞ്ഞു മരിക്കേണ്ട ഗതികേടുണ്ടാവും. എന്തിനു വേണ്ടിയാ? ഇവിടെയാണ് പള്ളികളുടെ മൂല്യം നഷ്ടപ്പെട്ടത്, ജീവൻ നഷ്ടപ്പെട്ടത്, അതിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോയത്, അതിന്റെ ശരിയായ ആ ഒരു രൂപം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അഥവാ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിരുന്നുവെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുള്ളവരായിരുന്നെങ്കിൽ, പടച്ചവന് വേണ്ടി പരലോകത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന ബോധം എനിക്കുണ്ടെങ്കിൽ പിന്നെ ആരും പ്രസിഡന്റ് ആയിക്കോട്ടെ, നമുക്കെന്താ നഷ്ടം? ആ കസേരയിൽ ഇരിക്കാൻ തൽക്കാലം ഞാനില്ല. ആരെങ്കിലും സെക്രട്ടറി ആയിക്കോട്ടെ, എനിക്കെന്താ നഷ്ടം? ഞാൻ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടോ സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ടോ അല്ല ഈ പണികളൊന്നും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் പള്ളിയുടെ ഔപചാരികമായ മുതവല്ലിയാണ് മസ്ജിദ് നബവിയുടെ. ഉമർ റളിയല്ലാഹു അൻഹു അവர்கள் ഒഴിവ് സമയത്ത് പള്ളിയിൽ വരും. അദ്ദേഹത്തിന്റെ വസ്ത്രം ഊരി ഒരു ഭാഗത്ത് കൊളുത്തിയിടും. എന്നിട്ട് ചെറിയ ഔറത്ത് മാത്രം മറയാനുള്ള ഒരു തോർത്തുമുണ്ട് ഉടുത്തുകൊണ്ട് പള്ളി അടിച്ചു വാരും. പള്ളി അടിച്ചു വാരാൻ ഇന്നത്തേതുപോലെ നമ്മൾ കൂലിക്ക് ആളെ വെച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പള്ളിയുടെ ഇമാമാണ് പള്ളി അടിച്ചു വാരുന്നത്, അല്ലെങ്കിൽ പള്ളിയുടെ മുത്തവല്ലിയാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പള്ളിയുടെ സെക്രട്ടറിയാണ് പള്ളി അടിച്ചു വരുന്നത്. ഇത് കാണുമ്പോൾ അനുയായികൾ വന്നിട്ട് പറയും, ആച്ചിലിംഗ് കൊണ്ടാ ഞങ്ങൾ അടിക്കട്ടെ. വേണ്ട, ഈ ജോലി ഞാനാണ് ചെയ്യേണ്ടത്, ഞാൻ അടിച്ചോളാം. ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട്, സാധാരണഗതിയിൽ പള്ളി എന്നാൽ പൊതുവായ സ്ഥലമല്ലേ? പൊതുവായ സ്ഥലത്ത് നിങ്ങളിങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ പോലും ഈ വസ്ത്രമൊക്കെ ഊരി മാറ്റിയിട്ട് വെറും ഒരു ഔറത്ത് മാത്രം ഓർത്തു കണ്ടമുടുത്തിട്ടാണല്ലോ നിങ്ങൾ പണിയെടുക്കുന്നത്, എന്താ ഇങ്ങനെ പണിയെടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നത് കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചവന്റെ ഭവനത്തെ ശുദ്ധിയാക്കി വൃത്തിയാക്കി അങ്ങനെ അടിച്ചു മാറുന്ന കൂട്ടത്തിൽ അവന്റെ ശരീരത്തിൽ അതിന്റെ പൊടിപടലങ്ങൾ പുരണ്ടാൽ ആ പൊടിപടലവും നരകത്തിന്റെ അഗ്നിയും തമ്മിൽ ചേരുകയില്ല എന്ന് പറയുന്ന വചനം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൊടിപടലം ചേരേണ്ടത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്റെ വസ്ത്രത്തിനല്ലല്ലോ, ഉമറിന്റെ മേനിക്കല്ലേ, ഉമറിന്റെ ശരീരത്തിനല്ലേ? പ്രിയമുള്ളവരെ, ഈ ആഖിറത്തിൽ വിശ്വാസമുള്ള പ്രസിഡന്റ് ആണെങ്കിൽ പിന്നെ പള്ളിയിൽ പ്രശ്നം ഉണ്ടാവോ സഹോദരൻ? അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ആശിച്ചുകൊണ്ട് അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പ്രസിഡന്റ് ആയാൽ മതി, സെക്രട്ടറി ആയാൽ മതി, കമ്മിറ്റി അംഗങ്ങളായാൽ മതി. പരലോകത്തിൽ വിശ്വസിക്കുകയും പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി, അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടണമെന്ന താല്പര്യത്തോടുകൂടി മാത്രം പള്ളിയെ സേവിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ പള്ളിയുടെ ഭരണാധികാരികളായാൽ മതി. ഭരണാധികാരികൾ എന്ന് പറയുന്നത് അദബുകേടാണ്. പള്ളിയുടെ പരിപാലന കമ്മിറ്റി എന്നേ പറയാവൂ എന്നാണ് ശരീഅത്തിന്റെ വിധി. അല്ലേ? തീർച്ചയായും നമ്മൾ പരിപാലിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയുടെ രാജാവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ഗുണത്തിൽപ്പെട്ട ആളാണ്.
ഇത്രയും വലിയ സമ്പന്നനും കോടീശ്വരനും ഭരണാധികാരിയുമായ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്നാണ്. ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അല്ലേ? കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ സുൽത്താൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് എഴുതി വെക്കാം, രാജാതി രാജാവ് എന്ന് എഴുതി വെക്കാം. പക്ഷേ അവര് ഒരു അഭിമാനത്തിന്റെ ചിഹ്നമായി അവരെടുത്തു പറയുന്നത് ഞാൻ സൗദി അറേബ്യയുടെ രാജാവ് എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ഹറമൈൻ ഷരീഫൈനയുടെ ഖാദിമാണ്, സേവകനാണ്, പരിപാലകനാണ്. സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ഞങ്ങൾ വസ്ത്രം മാറ്റിയിട്ട് നഗ്നന്മാരായി ഔറത്ത് മാത്രം മറച്ചുകൊണ്ട് പള്ളിയടിക്കാൻ വരാത്തത്. തീർച്ചയായും ആ ബോധവും വിശ്വാസവും അറബികളായ നല്ലവരായ ആളുകൾക്കുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച് പഠിച്ചവനാണ്, അതുകൊണ്ട് എനിക്ക് അവരുടെ മനസ്സറിയാം. ആ ഒരു മനസ്സ് അവർക്കുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ വിഭാഗത്തിന് അള്ളാഹു അങ്ങനെ ഒരു വലിയൊരു സൽഗുണം നൽകിയിട്ടുമുണ്ട്. ഞങ്ങളുടെ ടൈറ്റിലായി, ഞങ്ങളുടെ അംഗീകാരത്തിന്റെ പദവിയായി ഞങ്ങൾ പറയുന്നത് ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ. പള്ളിയുടെ പ്രസിഡന്റ് എന്നല്ല, ഹറമൈൻ ഷരീഫൈന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നല്ല, അതിന്റെ ഖാദിമാണ് ഞങ്ങൾ. ആ ആകാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുൽ വിശ്വാസം വരുമ്പോഴാണ്, പരലോകത്തിൽ വിശ്വാസം വരുമ്പോഴാണ്. അപ്പോൾ പള്ളിയുടെ പരിപാലന കമ്മിറ്റിയായി മാറണമെങ്കിൽ ആദ്യമായി നിങ്ങൾക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടാകണം, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം. പിന്നെയോ വഅഖാമസ് സലാത വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്. വഖാമസ് സലാഹ്, കൃത്യമായി നമസ്കാരം നിലനിർത്തണം. നിസ്കരിക്കാൻ ആവശ്യമുള്ള കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു സെക്രട്ടറി പ്രസിഡന്റ്, ആവശ്യമുള്ള അത്ര ഫാൻ ഇട്ട് കൊടുത്തു, കറണ്ട് പോയാൽ കത്താൻ വേണ്ടിയിട്ട് ജനറേറ്റർ വാങ്ങിക്കൊടുത്തു, ഇൻവേർട്ടർ വാങ്ങിക്കൊടുത്തു. നിങ്ങൾ നിസ്കരിച്ചോ, തൽക്കാലം ഞാനിവിടെ ഓഫീസിൽ ഇരിക്കാന്ന് പറയുന്ന പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. ചിലപ്പോൾ കണ്ണൂർക്കാരായ നിങ്ങൾക്കറിയില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഉണ്ട്. ജനറൽ ബോഡിയുടെ അന്ന് മാത്രമേ ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പള്ളി വരാറുള്ളൂ. ഇവിടെ ഉണ്ടല്ലേ? തൽക്കാലം ഇവിടെ ഉള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിരിച്ചുവിട്ടാലോ അല്ലേ? അതുകൊണ്ട് തൽക്കാലം എന്റെ നാട്ടുകാരെ കുറിച്ച് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലമുണ്ട്, ആ നാട്ടിന്റെ പേര് ക്ലാപ്പന എന്നാണ്. സാധാരണ അവരെ കുറിച്ച് പറയാറുള്ളത്, അവിടെ ജുമാ ദിവസത്തിൽ 40 ആൾ എത്താൻ വേണ്ടിയിട്ട് ജുമാക്ക് സമയം വെക്കാറില്ല. ഇവിടെ വെക്കുന്ന പോലെ ജുമാക്ക് സമയമൊന്നും വെക്കാറില്ല. ജുമാ ദിവസത്തിൽ 40 ആൾ എത്താൻ വേണ്ടിയിട്ട് നേർച്ച നേർന്നിട്ട് കാത്തിരിക്കും ഖത്തീബും മുസ്ലിയാർ. കാരണം എന്താ, നമ്മൾ ചില സ്കൂളുകളിൽ തലയെണ്ണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമ്പം അങ്ങും ഇങ്ങുന്നൊക്കെ കുറെ കുട്ടികളെ കൊണ്ടിരുത്താറില്ലേ? തലയെണ്ണിയിട്ട് ഒരാൾ കുറഞ്ഞു പോയാൽ ആ ഡിവിഷൻ കട്ടാവും. ഡിവിഷൻ കട്ടായാൽ എന്റെ ജോലി പോകും, മാഷിന്റെ ജോലി പോകും. അതുകൊണ്ട് മാഷിക്ക് ഒപ്രാളോ എന്ന് പറഞ്ഞതുപോലെ ഈ ഖത്തീബും മുക്രിയും ഇങ്ങനെ ഡിവിഷൻ കട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 40 ആളെ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി നേർച്ച നേർന്നു. 40 ആള് വരണേ പടച്ചവനെ. ചിലപ്പോൾ 40 ആള് നിരന്തരമായി വരുന്നില്ല എന്ന് കണ്ടാൽ എന്നാ പിന്നെ ജുമാ എന്ന് പറയുന്ന ഡിവിഷൻ ഒഴിവാക്കിയ കഴിഞ്ഞ പോലെ ജുമാ വേണ്ടാന്ന് തീരുമാനിച്ച എന്റെ ഖത്തീബിന്റെ പണി പോയില്ലേ? 40 ആളെ കാത്തിരിക്കുക. ഒരു പ്രാവശ്യം എത്ര നേരം കാത്തിരുന്നിട്ട് 39 തികയുന്നുള്ളൂ, 40 ആകുന്നില്ല. അപ്പൊ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സെക്രട്ടറിന്റെ പുരക്ക് പോയിട്ട് അയാളുടെ കാല് പിടിച്ച് പറ, ഇന്നൊന്ന് വരാതിരിക്കാൻ നിർവാഹമില്ല, ഒരാളെ കുറവുണ്ട്, ഇന്ന് വരാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയും. അങ്ങനെ മുക്രി ഖത്തീബിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സെക്രട്ടറിന്റെ പുരക്ക് പോയിട്ട് കയ്യെ കാലമൊക്കെ പിടിച്ചിട്ട് ഇന്നിങ്ങൊന്ന് വരണം, ദയവ് ഞങ്ങളെ സഹായിക്കണം, 39 ആയിട്ടുള്ളൂ, 40 തികഞ്ഞിട്ടില്ല. ഞാൻ തമാശ പറയുന്നല്ല കേട്ടോ. ഞാൻ ഈ 39 തികയാൻ വേണ്ടി കാത്തിരിക്കുന്ന പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അവസാനം 39 ഇല്ല, ഇന്ന് 29, 28 ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ളുഹർ നമസ്കരിച്ച് പിരിയാം എന്ന് പറഞ്ഞിട്ട് ളുഹർ നമസ്കരിച്ച് പിരിഞ്ഞ അനുഭവം എനിക്കുണ്ട് എന്റെ നാടിന്റെ പരിസരത്ത്. അതുകൊണ്ട് ഞാൻ വെറുതെ തമാശ പറയാന്ന് വിചാരിക്കണ്ട, തമാശ രൂപത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സെക്രട്ടറിന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് ഒരാളെ തയ്ക്കാൻ വേണ്ടി വരണേ എന്ന് പറഞ്ഞപ്പോൾ അയാള് പ്രായി ഇറങ്ങി കുപ്പായൊക്കെ എടുത്തിട്ടുകൊണ്ട് നടന്നു വന്നു. കുറച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ അങ്ങനെ വേറൊരാള് നടന്നു വരുന്ന കാഴ്ച കണ്ട് സെക്രട്ടറി വിളിച്ചടാ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പള്ളിയിലേക്ക് പോവാ. എന്നാ നീ വേഗം പോ, മുഖ്രിക്കാനോട് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ, 40 തികഞ്ഞില്ലേ, ഇനി ഞാൻ തിരിച്ചു പോട്ടെ. ഒരു കാലമുണ്ടായിരുന്നു, ഒരു കാലമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും വഅഖാമസ് സലാ എന്ന് പടച്ചവൻ ഇവിടെ അടിവരയിട്ട് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? എനിക്ക് ഇബാദത്തെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ്, എനിക്ക് നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളിൽ നിഷ്ഠയുണ്ടാകുമ്പോഴാണ്, അതിന്റെ ഭാഗമായി ഞാൻ പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കുമ്പോഴാണ് അതിലെനിക്ക് ആത്മാർത്ഥത ഉണ്ടാവുക. അല്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാവൂല. ഒരു സ്കൂളിൽ 2 മാഷുമാരുണ്ടായിരുന്നു. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ മുസ്ലിമാണ്. മുസ്ലിമിനെ സ്കൂളിൽ എടുക്കുന്നതിനാ? മുസ്ലിമിന് മാത്രം പഠിപ്പിക്കാൻ കഴിയുന്ന അൽഫും ബായും പഠിപ്പിക്കാൻ പേരിന് വേണ്ടിയിട്ട് അങ്ങനെ മുസ്ലിമിനെ സ്കൂളിൽ എടുത്തതാണ്. അയാൾ അറബി മാഷ്, മറ്റയാൾ ഹിന്ദു സാധാരണക്കാരൻ. ഇവർ രണ്ടുപേരും ഉച്ചയ്ക്ക് വിട്ടാല് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി മടങ്ങി വരുന്ന വഴിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ അടുത്തെത്തുമ്പോൾ ഈ മുസ്ലിമായ മാഷ് ഹിന്ദുവായ മാഷിനോട് പറയും, മാഷ് ഒന്ന് നിൽക്കണം, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ എന്ന്. അപ്പൊ ഇദ്ദേഹം മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകും. 1 വർഷം 2 വർഷം ഇവരിങ്ങനെ സ്ഥിരമായി ഒന്നിച്ച് ജോലി ചെയ്ത ദിവസങ്ങളിലൊക്കെ ചോറ് തിന്നാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഇദ്ദേഹം എന്നെ ഇവിടെ നിർത്തിയിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി വരാറുണ്ട്.
അങ്ങനെ ആയപ്പോൾ ഈ അറബി സാറിന് അവിടുന്ന് പ്രൊമോഷനായി, വേറെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി. പകരം മറ്റൊരു അറബി സാറായ മുസ്ലിം വന്നു. അദ്ദേഹത്തിന്റെ ഒന്നിച്ചിട്ട് പതിവ് പോലെ ഇദ്ദേഹം ചങ്ങായിയായി. ഇന്നലെ വരെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം ചങ്ങായിനെ പോലെ ഞാൻ നിന്നെ ചങ്ങായിയാക്കി. ഇന്ന് അവർ രണ്ടുപേരും കൂടെ പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബെല്ലടിച്ചപ്പോൾ പോയി. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയിൽ പള്ളിയുടെ അടുത്ത് എത്തിയപ്പോൾ ഈ പുതിയ മാഷ് പറഞ്ഞു, മാഷ് ഇവിടെ നിൽക്കണേ, ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. മാഷ് ഇവിടെ നിൽക്കണേ, ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വരട്ടെ. ഈ ഹിന്ദു മാഷ് പറഞ്ഞു, ദൈവമേ അവിടെ നിസ്കരിക്കല്ലേ, മറ്റേ മാഷ് മൂത്രിച്ച് നാറ്റിയ സ്ഥലമാണ്, അവിടെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞു. മറ്റേ മാഷ് 2-3 കൊല്ലം സ്ഥിരമായി മൂത്രിച്ച് നാറ്റിയ സ്ഥലമാണ്, അവിടെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മാഷിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം കണ്ടത് മുഴുവനും മൂത്രമൊഴിക്കാൻ വേണ്ടി പള്ളിയെ ഉപയോഗപ്പെടുത്തിയതാണ്. പുതിയ മാഷ് വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒപ്രാളവാ. പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ നമ്മളുടെ സമുദായത്തിന്റെ സ്വഭാവം ഇതാണ്. പള്ളികളോടുള്ള നമ്മളുടെ ബന്ധം വ്യത്യസ്തമായ രൂപത്തിലാണ്. റമദാൻ ആകുമ്പോൾ നമുക്ക് പള്ളിയോട് ചെറിയൊരു ബന്ധം വരും. അത് ചിലപ്പോൾ 17ന്റെ അന്നോ 27ന്റെ അന്നോ മാത്രമാകുന്ന ആളുകളുമുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയോടൊരു ബന്ധം വരും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാനോത്തിന്റെ നേരത്ത് പള്ളിയുമായി ബന്ധം പുലർത്തും. അല്ലെങ്കിൽ നമ്മുടെ മയ്യത്തോത്തിന്റെ ചാമോത്തിന്റെ സമയത്ത് ഒന്നെങ്കിൽ കാനോത്ത് അല്ലെങ്കിൽ ചാമോത്ത്, അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പള്ളിയുമായി ബന്ധം വരികയുള്ളൂ. ഈ നിലയിൽ നാമമാത്രമായ ബന്ധമാണ് പള്ളിയുമായി നിങ്ങൾ പുലർത്തുന്നതെങ്കിൽ തീർച്ചയായും ആ പള്ളി പരിപാലനം സഹിഹാകൂല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ കൃത്യമായ നിലയിൽ സക്കാത്ത് കൊടുത്തു വിടുന്നവരുമാകണം. എന്തുകൊണ്ടാണ് സക്കാത്തിന് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത്? പള്ളി കമ്മിറ്റിയിൽ ഒരുപാട് സാമ്പത്തിക വരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ സാമ്പത്തിക വരുമാനം ഉണ്ടാകുമ്പോൾ തരികടകൾക്ക് സാധ്യതയുണ്ട്, തിരിമറികൾക്ക് സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിമറികൾ നടത്താനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് അടിവരയിട്ടുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന എന്റെ ധനത്തിൽ നിന്നും കൃത്യമായ നിലയിൽ സക്കാത്തും സദഖയും ഒക്കെ കൊടുത്തു വിടുന്ന ഞാന് എന്റെ ധനത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക് ഒരു ഉറുപ്പ്യ പോലും പള്ളിന്റെ വകയായിട്ട് പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഒരു ഉറുപ്പിക പോലും എന്റെ വീട്ടിലേക്ക് പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. എന്റെ ഉപ്പാപ്പ 105 പള്ളികളുടെ പ്രസിഡന്റായിരുന്നു. 105 പള്ളികളുടെ പ്രസിഡന്റ്. 105 പള്ളികളുടെ പ്രസിഡന്റായ ഒരാൾ ചിലപ്പം പറയാറുണ്ടാവില്ലായിരിക്കും. 105 പള്ളികളുടെ പ്രസിഡന്റായിരുന്നു. പ്രിയമുള്ളവർ, അദ്ദേഹത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ പരിഷ്കാര മനസ്സ് പള്ളികളെ നന്നാക്കാൻ വേണ്ടി, അതിന്റെ പരിസരങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറയുന്നത് എന്റെ CD ആകുന്നതിനുള്ള പേടി എനിക്കുണ്ട്, മനസ്സിനൊരു വിഷമമുണ്ട്. പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ തെക്കൻ കേരളത്തിൽ ആളുകൾ മലവിസർജനത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അറിയുമോ നിങ്ങൾക്ക്? മലവിസർജനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പള്ളിയാണ്, പള്ളിയുടെ പരിസരത്തെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ നല്ല തറവാട്ടുകാരൊന്നും പള്ളിയിൽ പോയി നിസ്കരിക്കുമായിരുന്നില്ല. തറവാട്ടുകാർക്ക് പോകാൻ കൊള്ളുന്ന സ്ഥലമല്ല പള്ളി. പോക്കില്ലെങ്കിൽ പോയി പള്ളിപ്പണി എടുക്കണമെന്ന് പറയാറുണ്ട് സാധാരണ. പള്ളി പോയിടാം. പിന്നെ ഞാൻ ഭാഷ അത്ര മോശമായ ഒരു ഭാഷ ഉപയോഗിക്കാൻ മടിക്കുന്നത് കൊണ്ടാണ്, പൊതുവായ ഒരു സദസ്സായതുകൊണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു പ്രയോഗമുണ്ടായിരുന്നു, ആളുകൾ ചീത്ത പറയുന്നത്, ആളുകൾ ദേഷ്യത്തോടെ പറയുന്നത്, നീ പള്ളിപ്പറമ്പിൽ പോയിട്ട് മലവിസർജനം നടത്തൂ എന്ന് ചീത്ത പറയാറുണ്ട്. അതൊരു സ്ഥിരം പതിവായിരുന്നു. നമ്മൾ പള്ളികൾ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തിറങ്ങിയിട്ട് മുസ്ലിം പള്ളി വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആളുകളോട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നടന്ന് മണം പിടിച്ചു നോക്കിയാൽ മതി, എവിടെയാണോ നല്ല മൂത്രത്തിന്റെ ഗന്ധമുള്ളത് അവിടെ പള്ളി ഉണ്ടെന്ന് ഉറപ്പിക്കാം. തമാശയാണെങ്കിൽ പോലും അനുഭവം ചിലപ്പോൾ ഇതിന് വഴിതെളിയിക്കുന്നു. ഇങ്ങനെ ഈ നിലയിൽ മോശമായ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്ന ആ പള്ളിപ്പറമ്പിനെ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. എന്റെ ഉപ്പാപ്പ ഒരു ഓർഡർ ഇട്ടു, പള്ളി പറമ്പിലുള്ള മുഴുവൻ പുല്ലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പോച്ചെന്നാ പറയാ, പശുവിന് തിന്നാൻ ഉപയോഗിക്കുന്ന ആ പുല്ലുകള് ലേലം വിളിച്ചു. ഇതാരെങ്കിലും ലേലത്തിൽ എടുക്കണം, എന്നിട്ട് ആ പള്ളിയുടെ പറമ്പ് ശുദ്ധിയാക്കണം, എന്നിട്ട് ഈ മലവിസർജനത്തിന് തടയിടണം. നമ്മൾ ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവർ, ഇപ്പോഴും ഞാൻ വേദനയോടുകൂടി സ്മരിക്കുകയാണ് ആ കാലം. പള്ളിയുടെ മുൻഭാഗത്ത് ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ട കവാടത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ദുർഗന്ധം ശക്തിയായ നിലയിൽ കാറ്റിനോടൊപ്പം വരുമായിരുന്നു. പള്ളികളോട് നമുക്ക് ഇപ്പോഴും ചെറുപ്പകാലത്തിലെ സ്മരണ ഓർക്കുമ്പോൾ അത്തരം ഒരു വെറുപ്പിന്റെ മനോഭാവമാണ് നമ്മുടെ മനസ്സിൽ തികട്ടി വരുന്നത്. ഒരു വെറുപ്പിന്റെ മനോഭാവം. അല്ലാഹു തആല നമുക്ക് നല്ല ബുദ്ധി തരുമാറാകട്ടെ, നല്ലത് ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നിങ്ങൾ വലിയ അനുഗ്രഹീതന്മാരാണ്. മലബാറുകാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതൽക്കേ ഒരു ഇസ്ലാമികമായ പാരമ്പര്യം പൈതൃകവും ഉള്ളതുകൊണ്ട് ആ രംഗത്ത് നിങ്ങൾ അൽഹംദുലില്ലാഹ് ഭാഗ്യശാലികളാണ്. ഞങ്ങൾ ഭാഗ്യദോഷികളുമാണ്. അല്ലാഹു എന്നെയും എന്റെ നാട്ടുകാരെയും നിങ്ങളെയും നമ്മുടെ മുഴുവൻ ആളുകളെയും നന്നാക്കി തരുമാറാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അങ്ങനെ എനിക്ക് ഓർമ്മയുള്ളത്, ഈ പറയുന്ന പുല്ല് അദ്ദേഹം ലേലം ചെയ്തു. ആരും ലേലം പിടിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അത്ര വൃത്തികെട്ട ഒരു കാര്യമാണ്. അവസാനം അദ്ദേഹം ആളുകൾക്ക് മാതൃകയായിക്കൊണ്ട് സ്വന്തമായി ലേലത്തിൽ പിടിച്ചു.
എന്നിട്ട് ഈ പുല്ല് അദ്ദേഹം തന്നെ ആളെ നിർത്തിയിട്ട് പറിച്ചെടുത്ത് ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആവശ്യക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം, വലിയ കൈവണ്ടിയിൽ ഇത്രയും വലിയ പുല്ലുകളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഗേറ്റ് കടക്കാൻ വേണ്ടി വരുമ്പോൾ എന്റെ ഉമ്മാമ ഓടി വരും. ആ കൈവണ്ടി വീട്ടിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ വിടൂല, റോട്ടുമേൽ തന്നെ വെക്കാൻ പറയും. റോട്ടുമേത്തക്ക് അവിടുന്ന് ആ പുല്ല് താഴെയിട്ട് കുടഞ്ഞതിന്റെ മണ്ണ് മുഴുവൻ റോഡിൽ വീഴട്ടെ. അതിനുശേഷം ഓസ് പിടിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ഗേറ്റിന്റെ ഉള്ളിൽ കടത്തിയാൽ മതി, അല്ലാതെ പള്ളിന്റെ പുല്ല് ഇങ്ങോട്ട് കടക്കാൻ ഞാൻ വിടൂല. എന്താ കാരണമെന്നറിയോ? ആ ഉമ്മാമയുടെ മനസ്സിന്റെ വിശ്വാസം, പള്ളിയുടെ ഒരു തരി മണ്ണ് നമ്മുടെ വളപ്പിന്റെ ഉള്ളിൽ വീണാൽ ഈ കുടുംബം നശിച്ചു പോകുമെന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിലാണിത്. പള്ളിയുടെ ഒരു തരി മണല് എന്റെ വളപ്പിന്റെ ഉള്ളിൽ വീണുപോയാൽ ഈ കുടുംബം നശിച്ചു പോകുമെന്നാണ് പഴയകാലത്തെ മുസ്ലിം പെണ്ണിന്റെ മനസ്സിന്റെ വിശ്വാസം, പഴയകാലത്തെ മുസ്ലിം പുരുഷന്റെ മനസ്സിന്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഒരു തരി മണല് സ്വാഭാവികമായും കടന്നു വരാൻ സാധ്യതയുള്ള വഴിയിലൂടെ ആണെങ്കിൽ പോലും, അതിക്രമമായി അനധികൃതമായിട്ടല്ലെങ്കിൽ പോലും എന്റെ വളപ്പിൽ വരുന്നത് തെറ്റാണ്, അപകടമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സമുദായം അനധികൃതമായി പള്ളിയുടെ ഒരു ഉറുപ്പിക തൊടൂല. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടായാലല്ലാതെ ഇങ്ങോട്ട് ഒരു ഉറുപ്പിയ നമ്മൾ സ്വീകരിക്കൂല. ഇന്ന് അങ്ങനല്ല. ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് നമുക്ക് ചൊട്ടു മസാലകളും കുരുട്ട് മസാലകളും ഒക്കെ പറഞ്ഞു തരാൻ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫത്വ എഴുതി തരാൻ, അതിനൊക്കെ അനുസരിച്ചിട്ട് എന്ന് മൂളാൻ നമ്മൾ കൊടുത്തു പോറ്റി വളർത്തുന്ന പണ്ഡിതന്മാരെയും കിട്ടി. അങ്ങനെ ആയപ്പോൾ പള്ളിയുടെ ഫണ്ട് നമുക്ക് തിരിമറി നടത്താം. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശാസ്ത്രീയമായ നിലയിൽ പള്ളി പരിപാലന കമ്മിറ്റിയുടെ ക്വാളിറ്റികൾ ഓരോന്നായി എഴുതി ചേർത്തപ്പോൾ സകാത്ത് കൃത്യമായി കൊടുത്തുവിടുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പാദ്യത്തിന്റെ അംശത്തെ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സന്മനസ് നിനക്കുണ്ടെങ്കിൽ പിന്നെ പടച്ചവന്റെ പള്ളിയുടെ പണം ഒരു രൂപ എന്റെ കീശയിൽ വരരുത്. അത് പറ്റൂല. എന്റെ കീശയിൽ വരരുത്, എന്റെ പരിസരത്തേക്ക് വരരുത്. അല്ലാഹു തആല ആ സൽബുദ്ധിയുള്ള നേതാക്കന്മാരെ നമ്മൾക്ക് നസീബാക്കുമാറാകട്ടെ. വലം യഖ്ശ ഇല്ലല്ലാഹ്. മൂന്നാമതായി പടച്ചവൻ പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്. അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കരുത്. നാട്ടിലെ സമ്പന്നനായ കോടീശ്വരനായ ഒരു മുതലാളിക്ക് വേണ്ടിയിട്ട് നിയമം മാറ്റി പറയാൻ പള്ളി പരിപാലിക്കുന്നവരുടെ മനസ്സ് നിർബന്ധിതമാകരുത്. പൈസക്കാർക്ക് ഒരു പ്രത്യേക നിയമം, പൈസ ഇല്ലാത്തവർക്ക് ഒരു പ്രത്യേക നിയമം. അത് പണ്ഡിതന്മാരും അങ്ങനെ തന്നെ, പരിപാലന കമ്മിറ്റിയും അങ്ങനെ തന്നെ. നടക്കാത്ത ഒരു കാലത്ത് നടത്തി തരണമെങ്കിൽ അതിന് ചില്ലറകൾ അടച്ചാൽ മതി, സംതിങ് അടച്ചാൽ മതി. നടക്കാത്ത ഒരു പ്രശ്നത്തിൽ ഫത്വ കിട്ടണമെങ്കിൽ അതിനും അങ്ങനെ തന്നെ ആക്കി തീർത്താൽ മതി. അങ്ങനെ ആളുകളെ നോക്കിക്കൊണ്ട് നിയമങ്ങൾ വ്യത്യാസപ്പെടുന്നു, ആളുകളെ നോക്കിക്കൊണ്ട് ചട്ടങ്ങളിൽ വ്യത്യാസം വരുന്നു. ആ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും ഭയപ്പെടുന്നില്ല. എനിക്ക് തൽക്കാലം പള്ളി കമ്മിറ്റിയെ പേടിയില്ല, പള്ളി കമ്മിറ്റിക്കാർക്ക് പള്ളിയുടെ അനുയായികളായ മുതലാളിമാരെയും പേടിയില്ല. അപ്രകാരം പരസ്പരം ആർക്കും ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പടച്ചവനെ മാത്രമേ ഭയപ്പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ഭയപ്പാടുള്ളൂ. മുല്ലാ ജീവൻ റഹിമഹുല്ലാഹിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വലിയ മഹാനായ ഒരു പണ്ഡിതനാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ അവരുടെ തെറ്റായ നയങ്ങളെ ശക്തമായി നിശിതമായി എതിർക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മഹാനായ പുരുഷനാണ് അദ്ദേഹം. ഇന്ത്യ രാജ്യത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം, മുല്ലാ ജീവൻ റഹിമഹുല്ല. ഡൽഹി ജാമിഅ ജുമാ മസ്ജിദിലെ ഖത്തീബായിരുന്നു അദ്ദേഹം. ഡൽഹി ജാമിഅ ജുമാ മസ്ജിദ്, അതിന്റെ തൊട്ടടുത്താണല്ലോ മുഗൾ ചക്രവർത്തിമാരുടെ റെഡ് ഫോർട്ട് ഉള്ളത്, ചെങ്കോട്ടയുള്ളത്. മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായിരുന്ന ഷാജഹാൻ ചക്രവർത്തി ആഡംബരപ്രിയനായിരുന്നു. ആഡംബരപ്രിയനായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പട്ടണിയണം എന്നൊരു താല്പര്യമുണ്ടായി. പട്ട് ധരിക്കണം. നമ്മൾ ഇന്ന് വലിയ വലിയ മുന്തിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ, അതിനൊക്കെ നമ്മൾ ന്യായമായ മസലകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ പട്ട് ധരിക്കാൻ അനുവാദം കിട്ടണം. അതിന് അദ്ദേഹത്തിന് ഓശാന പാടുന്ന കുറച്ച് മുസ്ലിയാക്കന്മാരെയൊക്കെ വിളിച്ച് അവർക്ക് നല്ലൊരു സൽക്കാരം കൊടുത്ത്, നല്ല സൽക്കാരമൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഫത്വ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. അവരൊരു ഹദീസ് കണ്ടുപിടിച്ചു. എന്താ ഹദീസ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് പട്ടണിയാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യോദ്ധാക്കന്മാരുടെ സർവ്വസൈന്യാധിപനാണ്, അല്ലേ? നിങ്ങൾ യോദ്ധാക്കന്മാരുടെ സർവ്വസൈന്യാധിപനായ നിങ്ങൾക്കും അതിന് അനുവാദമുണ്ട്. ഹദീസ് തെളിവാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ പേക്കൂത്തുകൾക്കും നേതൃത്വം നൽകുന്ന ചുക്കാൻ പിടിക്കുന്ന പണ്ഡിതന്മാര് അതിനൊക്കെ പിൻബലമായി പറയാറുള്ളതും ഹദീസാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും വൃത്തികെട്ടവർ എന്റെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞത്. ഫത്വ കൊടുത്തു പട്ടണിയാൻ. അങ്ങനെ അദ്ദേഹം പട്ടുമണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാർ അത് അണിയുന്നതിനെ കണിശമായി വിലക്കി, ഹറാമാണ് എന്ന് പറഞ്ഞു. മുല്ലാ ജീവൻ റഹിമഹുല്ലാ അവറുകൾ
അദ്ദേഹം പള്ളിയുടെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ രാജാവ് അണിഞ്ഞു വന്നിരിക്കുന്ന പട്ടിനെ കുറിച്ചിട്ട് പരാമർശിച്ചു. ഇത് ഹറാമാണ്, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട പുരുഷന്മാർക്ക് ഇത് ഹറാമാണ്, ജായിസ് അല്ല എന്ന് പറഞ്ഞു. രാജാവിന് ഭയങ്കര ദേഷ്യമുണ്ടായി. സാധാരണ അങ്ങനെയാണല്ലോ, പ്രസിഡന്റ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് പിറ്റേത്തെ ഖുത്ബയിൽ ഖത്തീബ് പറഞ്ഞു പോയാൽ പ്രസിഡന്റ് ഇങ്ങനെ വീർത്ത മുഖവുമായി മനസ്സിൽ കോറിയിടും. അടുത്തൊരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചുകൂട്ടും, ഈ ഖത്തീബിന് പ്രമോഷൻ കൊടുക്കും, വേറെ ഏതെങ്കിലും വലിയ പള്ളിയിലോട്ട് പോയിക്കോ, നമ്മുടെ ചെറിയ പള്ളി വിട്ടേക്കുന്നു. അങ്ങനല്ലേ പറയാം, അവർ നല്ല കാര്യമല്ലേ ചെയ്യുന്നത് അല്ലേ? ഏതായിരുന്നാലും ഈ രാജാവിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു മനോഭാവം, അയാൾ കോപത്തോടെ മടങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം തന്റെ പരിവാരങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഖത്തീബിനോട് നേരെ ചൊവ്വയൊക്കെ സംസാരിച്ചാൽ മതി എന്ന് പറയണം, ഞാൻ പണ്ഡിതന്മാരുടെ ഫത്വ വാങ്ങിയിട്ടാണ് പട്ടണിഞ്ഞിരിക്കുന്നത്, ഇതിനെ എതിർത്താൽ അയാളുടെ ജോലി പോകുമെന്ന് പറഞ്ഞേക്കണം. പേടിപ്പിക്കാൻ ശ്രമിച്ചു. മുല്ലാ ജീവൻ റഹിമഹുല്ലാ അവറുകളോട് ഈ പറയുന്ന ചക്രവർത്തിയുടെ പുത്രൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഔറംഗസീബ് ശിഷ്യനാണ്, പള്ളിയിൽ ദറസിൽ ഓതുകയാണ്. ദറസിൽ ഓതുന്ന ആ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഉപ്പ വളരെ മോശമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നുണ്ട്, അടുത്ത ജുമഅക്ക് താങ്കൾ ഉപ്പാക്ക് അനുകൂലമായി ഫത്വ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാ. പിരിച്ചുവിടലല്ല അവിടെ, കാരണം രാജാവാണല്ലോ, സാധാരണ പ്രസിഡന്റ് അല്ല. നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും ഒക്കെ രാജകീയ പദവിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ പണ്ട് പൊണ്ണു പടച്ചു, പിന്നെ നമുക്കൊന്നും ഇങ്ങനെ മിണ്ടാൻ കഴിയും. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന വേറെ ആളും പള്ളി ഭരിക്കുന്നത് നമ്മുടെ ആളുകളും ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഈ പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ വേറെ എവിടെയെങ്കിലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും അന്ന് പള്ളിയുടെ പ്രസിഡന്റ് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, എന്റെ ഉപ്പ താങ്കളെ തുറുങ്കലിൽ അടയ്ക്കുമെന്നാണ് പറയുന്നത്, കൊലക്കുറ്റത്തിന് വിധിക്കുമെന്നാണ് പറയുന്നത്. തന്നെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ മോനെ, നീ ബേജാറൊന്നും ആകണ്ട. അയാളുടെ തീരുമാനം നടപ്പിലാകട്ടെ, ഞാൻ എന്റെ തീരുമാനവും നടപ്പിലാക്കാം. അടുത്ത ജുമാക്ക് വാപ്പാക്ക് അനുകൂലമായി ഫത്വ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ പ്രിയങ്കരനായ ഉസ്താദിനെ കൽത്തുറങ്കലിൽ അടയ്ക്കാൻ പോവുകയാണ്. ഔറംഗസീബ് എന്ന ശിഷ്യന്റെ മനസ്സിൽ വേദനയുണ്ട്, വെപ്രാളമുണ്ട്, ബേജാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ ഉസ്താദിന്റെ ചങ്ങായിമാരെല്ലാം വന്നിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനാ വെറുതെ ഒരു കുഴപ്പത്തിന് നിൽക്കുന്നത്, തൽക്കാലം കുഴപ്പമൊന്നും പറയാൻ നിൽക്കണ്ട, അല്ലേ? അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഹക്ക് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പം ഹക്ക് പറയാതെ മൗനം ദീക്ഷിക്കലും നല്ലതല്ലേ എന്നൊക്കെ ഉപദേശിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, കാണാം, അടുത്ത ജുമാ ആകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുല്ലാ ജീവൻ റഹിമഹുല്ലാ അവറുകൾ അടുത്ത വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ അദ്ദേഹം കുളിച്ചു, തുണിയും കുപ്പായൊക്കെ കൊടുത്തു. സാധാരണഗതിയിൽ വലിയ ഖമീസും അതിനോടനുബന്ധിച്ചുള്ള തലപ്പാക്കെട്ടുകളും ഒക്കെ ധരിച്ചുകൊണ്ട് വരുന്ന ഈ മനുഷ്യൻ അതിന് പകരം ഒരു മുണ്ടുടുത്തു, ഒരു മുണ്ട് പുതച്ചു, വേറൊരു മുണ്ട് തലയിൽ കെട്ടി. മൂന്ന് വെള്ള തുണികളായിരുന്നു. ഒരു മുണ്ടുടുത്തു, ഒരു മുണ്ട് പുതച്ചു, ഒരു മുണ്ട് കൊണ്ട് തലയിൽ കെട്ടി. ഒരു വ്യത്യസ്തമായ വിഭിന്നമായ വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹം അന്നത്തെ ഖുതുബ നിർവഹിക്കുന്നതിന് വേണ്ടി ജാമിയ മസ്ജിദിൽ വന്നു. മിമ്പറിൽ കയറി അദ്ദേഹം ഖുതുബ ഇങ്ങനെ ഓതി വരുന്നതിനിടയിൽ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രണ്ട് സാധനങ്ങൾ പുറത്തെടുത്ത് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഹാദാനി ഹറാമാനി ലിദ്ദുകൂരി മിൻ ഉമ്മതി എന്ന് പറഞ്ഞു. ഹാദാനി ഹറാമാനി ലിദ്ദുകൂരി മിൻ ഉമ്മതി. 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ഞാൻ ഈ മിമ്പറിൽ നിൽക്കുന്നത് പോലെ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഞങ്ങളുടെ നേതാവ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു. എന്നത് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ രണ്ട് സാധനത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാ ഇതുപോലെ പറഞ്ഞു, ഈ രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഒന്ന് പട്ടിന്റെ കഷ്ണമാണ്, മറ്റൊന്ന് സ്വർണത്തിന്റെ കഷ്ണമാണ്. ഈ രണ്ട് സാധനവും ഹാദാനി ഹറാമാനി ലിദ്ദുകൂരി മിൻ ഉമ്മതി, എന്റെ അനുയായികളിൽപ്പെട്ട പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഞാനത് ആവർത്തിക്കുന്നു. രാജാവല്ല, അതിന്റെ അപ്പുറത്ത് ആരായിരുന്നാൽ തന്നെയും അള്ളാഹു ഹറാമാക്കിയത് ഹറാമ് തന്നെയാണ്, അത് അനുഷ്ഠിക്കാൻ പാടില്ലാത്തതാണ്. ഇത് പറയാതിരുന്നാൽ പണ്ഡിതനായി ഞാൻ കുറ്റക്കാരനാവും. രാജാവാന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിഴുങ്ങാൻ പറ്റുമോ? കുരുക്കൾക്ക് വേണ്ടി കുന്തം വിഴുങ്ങാന്ന് പറയുന്നില്ലേ? കുരുക്കൾക്ക് വേണ്ടി കുന്തം വിഴുങ്ങാൻ കഴിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മഹാന് അതിന്റെ പേരിൽ ഖതീബ് പണി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തുറുങ്കലിൽ അടയ്ക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷെ പ്രശ്നമല്ല, ആദർശമാണ് വലുത്, ഈമാനാണ് വലുത്, ദീനാണ് വലുത്. വലം യഖ്ഷ ഇല്ലല്ലാഹ്, ആ രംഗത്ത് അല്ലാഹുവിനല്ലാതെ ആരെയും ഭയപ്പെടുന്നില്ല. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പണ്ഡിതൻ ആത്മാർത്ഥമായ നിലയിൽ തഖ്വയോടുകൂടി ജീവിക്കുകയും ജനങ്ങളെ ആ നിലയിൽ നയിക്കാൻ ശ്രമിക്കുകയും ഹക്കിനെ തുറന്നു പറയുകയും അതിന്റെ പേരിൽ വേറെ കിബറോ ഹുങ്കോ ഒന്നും കാട്ടാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നിൽക്കും. എന്താ ചരിത്രത്തിന്റെ ഗതി നിങ്ങൾ അറിയോ? മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ അതിനുശേഷം തന്റെ കൊട്ടാരത്തിൽ നടന്ന ആലോചനകളൊക്കെ ദുഃഖത്തോടുകൂടി കാതോർത്തു നോക്കുമ്പോൾ വാപ്പ ഉറച്ചു തന്നെയാണ്. വാപ്പ പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി അയാളെ അറസ്റ്റ് ചെയ്യ്, ജയിലിൽ അടക്കി, അയാൾ ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഇനി മേലിൽ ഇങ്ങനത്തെ ഖുതുബ ഓതാൻ അയാൾക്ക് അവസരം കൊടുക്കരുത്. അയാളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വിധി പ്രഖ്യാപിച്ചു. ഈ വിധി അറിഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട പുത്രൻ ഓടി വരുന്നു ഉസ്താദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാല് പിടിച്ചിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, എന്നോട് മാപ്പാക്കണം, എന്റെ വാപ്പ അബദ്ധം ചെയ്തിരിക്കുന്നു. എന്താ മോനെ, എന്താ പ്രശ്നം? വാപ്പ ഇങ്ങനെ അങ്ങേ തുറുങ്കലിൽ അടയ്ക്കാൻ തീച്ചിരിക്കുകയാണ്. പോട്ടെ, സാരമൊന്നുമില്ല, നീ ആ ഒതുവിന്റെ വെള്ളം എടുക്ക്, ഞാൻ ഒതു കൊടുക്കട്ടെ.
ഞാൻ ഒതു കൊടുക്കട്ടെ. ഒതു കൊടുത്തു. അദ്ദേഹം മുസല്ല വിരിച്ചു, 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്തു. ദുആയ്ക്ക് ശേഷം വീണ്ടും ഔറംഗസീബ് ഓടി വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, അങ്ങ് ദുആ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം, ആർക്കെതിരെയാണെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ദുആ ചെയ്യരുത്, ഞങ്ങൾക്കെതിരിൽ കേടായി ദുആ ചെയ്യരുത്, ഞങ്ങൾക്കെതിരിൽ ബദ്ദുആ ചെയ്യരുത്. എല്ലാം മോനെ, പറയേണ്ടടുത്ത് പറഞ്ഞുപോയി, അല്പം വൈകിപ്പോയി. പറയേണ്ടടുത്ത് പറഞ്ഞുപോയി, നീ വരാൻ ലേശം വൈകിപ്പോയി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ആട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ഒരു കരുണ ചെയ്യും. നിന്റെ കാലം വരെ ഈ അധികാരവും പദവിയൊക്കെ പടച്ചോൻ നിർത്തിത്തരും. അത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ തുന്നം പാടും. നിന്റെ കാലം വരെ നിർത്തിത്തരാം. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? ഈ രാജ്യത്ത് 700 കൊല്ലത്തോളം നിരന്തരമായി രാജകീയ ഭരണം വാണരുളിയിരുന്ന മുഗൾ സാമ്രാജ്യത്തിൽ അവസാനത്തെ കണ്ണിയാകാൻ ഔറംഗസീബിന് അള്ളാഹു നിശ്ചയിച്ചു. ഔറംഗസീബിന് മുല്ലാജീബൻ റഹിമഹുല്ല കൊടുത്ത ആ ഓശാരത്തിന്റെയും ഔദാര്യത്തിന്റെയും പേരിൽ കുറച്ചു കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞു. ഔറംഗസീബിന്റെ കാലം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷുകാർ വന്നു, അടിച്ചമർത്തി, പിടിച്ചടക്കി. മുഗൾ സാമ്രാജ്യത്തിന്റെ അധിപന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ തുടച്ചു നീക്കി. ഒരു മനുഷ്യൻ ഖതീബ് അദ്ദേഹത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ, പാണ്ഡിത്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ, വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റാരെയും ഭയക്കുകയില്ല എന്ന ആ ആദർശ വിശുദ്ധി പുലർത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ പടച്ചവൻ നമുക്ക് കാണിച്ചു തരുന്ന ഉദാഹരണമാണിത്, ഉപമയാണിത്. അതുകൊണ്ട് പള്ളി പരിപാലിക്കുന്ന ആളുകൾ പള്ളിയിലെ മറ്റു മുതലാളിമാരെ പേടിക്കണ്ട. പള്ളിയിൽ ഖിദ്മത്തെടുക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പേടിക്കും എന്ന് വിചാരിച്ചിട്ട് ഖത്തീമന്മാരും മുസ്ലിയാക്കന്മാരും ഒക്കെ തോന്നും പോലെ ചെയ്തോന്ന് ഞാൻ ആ വത്വമൊന്നും കൊടുക്കൂല കേട്ടോ. ഞാൻ പറയാൻ വിചാരിച്ചത് പണ്ഡിതന്മാരുടെ ധർമ്മത്തെക്കുറിച്ചും കൂടിയാണ്. ഇവിടെ പള്ളിയുടെ ധാർമ്മിക ബോധം പോലും പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. പണ്ഡിതന്മാരുടെ ധാർമ്മിക ബോധത്തെ കൂടി നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് സമുദായം എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരെ ആദരിക്കാത്തത്, ബഹുമാനിക്കാത്തത് എന്ന വസ്തുത മനസ്സിലാകുന്നത്. മുല്ലാജീവൻ റഹിമഹുല്ല അവറുകൾ നിൽക്കേണ്ടടുത്ത് നിന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പടച്ചവൻ കേട്ടത്. നിൽക്കേണ്ടടുത്ത് നിന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പടച്ചവൻ കേട്ടത്. നേരെ മറിച്ചോ ഇന്നത്തെ പണ്ഡിത വിഭാഗം നിൽക്കേണ്ടടുത്ത് നിൽക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും കേൾക്കാത്തത്, അല്ലേ? നാട്ടുകാരുടെ മുമ്പിൽ, മൈക്കിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കോരം പ്രസംഗിക്കുക. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ മിണ്ടിപ്പോരുത്, അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി, ഇവിടെ മിണ്ടിപ്പോരുതെന്ന്, അല്ലേ? അതൊക്കെ അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി, അവിടെ പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഉമർ ഖാദി റഹിമഹുല്ലാ അവറുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ ഹരിജനും ഗിരിജനവും വ്യത്യാസമില്ലാതെ ഓടി വന്നുകൊണ്ട് അദ്ദേഹത്തിന് അടുക്കൽ അഭയം പ്രാപിക്കുമായിരുന്നു. ഹിന്ദു മുസ്ലിം ഒന്നും വ്യത്യാസമില്ലാതെ. ഒരു ദിവസം മലപ്പുറത്ത് മഴയില്ലാതെ ആളുകൾ വ്യസനിക്കുന്നു, വേദനിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടില്ലേ, തുലാവർഷം കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ജലവൈദ്യുതി നഷ്ടപ്പെട്ടു പോകുന്ന. അന്നേരം നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? പടച്ചവനെ ഞങ്ങളെ നീ ചതിക്കല്ലേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യാൻ തോന്നിയോ? നമുക്ക് ദുആ ചെയ്യാൻ തോന്നണ്ടേ പ്രിയമുള്ളവരെ? തോന്നണം. എന്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വരൾച്ച രൂക്ഷമായി, മഴ പെയ്യുന്നില്ല, സമയം കഴിഞ്ഞിട്ട് മഴ പെയ്യാതെ ആയപ്പോൾ ആളുകളൊക്കെ ബേജാറായി, വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അങ്ങനെ ആളുകളൊക്കെ വിഷമിച്ചിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം മഹാനായ ഉമർ ഖാദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു പിള്ള സമൂഹത്തിൽപ്പെട്ട ഒരു ഹിന്ദുവായ സഹോദരൻ കയറി വന്നു. പിള്ള എന്ന് പറയുന്നില്ലേ, പിള്ള എന്ന് വിളിക്കുന്ന ഒരു മതവിഭാഗം. അയാൾ കയറി വന്നു. എന്നിട്ട് വന്നിട്ടുകൊണ്ട് കൈതൊഴുതു. അദ്ദേഹത്തെ വിളിച്ച് എന്തോ അഭ്യർത്ഥനകൾ നടത്താൻ ശ്രമിച്ചു. ഉമർ ഖാദി അവറുകൾ, പിള്ളേച്ച എന്താ ആവശ്യമെന്ന് ചോദിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന തന്റെ കയ്യിൽ ഒരു നേന്ത്രക്കൊല ഉണ്ടായിരുന്നു, ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഉമർ ഖാദിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, അടിയൻ ഒരു അപേക്ഷയുമായി വന്നതാണ്. എന്താ അപേക്ഷ? എന്താ കാര്യം? മഴയില്ലായിട്ട് എത്ര നാളായി, മഴ വേണം. അതിനിപ്പോ ഞാനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിച്ചാലേ ഇനി മഴ പെയ്യൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഉമർ ഖാദി എന്ന ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് രോഗം വന്നാൽ അദ്ദേഹം ദുആ ചെയ്താൽ ഷിഫായാകുമെന്ന് സാധാരണക്കാരൻ വിശ്വസിക്കുന്നു. എനിക്ക് മഴയില്ലാത്ത പ്രശ്നം വന്നാൽ ഇദ്ദേഹം ദുആ ചെയ്താൽ മഴ പെയ്യുമെന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങൾ പോലും വിശ്വസിക്കുന്നു. ഉമർ ഖാദി റഹിമഹുല്ല അവറുകൾ പറഞ്ഞു, ആട്ടെ നോക്കാം. അങ്ങനെ പറയല്ലേ, ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ അവറുകൾ ആ പിള്ളേച്ചൻ ഇറങ്ങി നടക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ കാലിങ്ങനെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന കാഴ്ച കണ്ടിട്ട് പിള്ളേച്ചൻ പോയ മറവിൽ ഉള്ളിൽ നിന്ന് ഭാര്യ ഇറങ്ങി വന്നു. അല്ല, ഈ നേന്ത്രക്കൊലയും അരിയൊക്കെ വാങ്ങി വിഴുങ്ങാന്ന് വിചാരിച്ചിട്ട് കാലും കയറ്റി ഇങ്ങനെ ഇരുന്നാ മതിയാ? ദ്വാരന്നിട്ട് മഴ വാങ്ങിക്കൊടു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. പോട്ടടോ, നീ എന്നെ അങ്ങനെ കളിയാക്കരുതേ എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ അവറുകൾ ഉള്ളിൽ കയറി അദ്ദേഹം മുസല്ല വിരിച്ചു, നിസ്കരിച്ചു, ദുആ ചെയ്തു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറെ നേരം ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി.
മഴ പെയ്യാൻ തുടങ്ങിയ ഉടനെ അദ്ദേഹം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് ഇങ്ങനെ മഴ നനയുകയാണ്, നനഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ദുആ ചെയ്തിട്ട് ആദ്യമായി പെയ്യുന്ന പുതുമഴ എന്ന് പറയുന്നില്ല, പുതുമഴ, ആ പുതുമഴ നനയുന്നത് സുന്നത്താണ്, നബി തങ്ങളുടെ സുന്നത്താണ് പുതുമഴ നനയുന്നത്. സന്തോഷമാണ്, അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും നമുക്ക് നൽകപ്പെടുന്ന റഹ്മത്താണ്, കാരുണ്യത്തിന്റെ വർഷമാണ്, അത് ഏൽക്കാം, നനയാം, അത് സുന്നത്താണ്. അതുകൊണ്ട് ഉമർ ഖാദി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, നനന്ന് മഴ നനയുന്നു. ഇത് കണ്ടപ്പോൾ ഭാര്യ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നാട്ടുകാരെല്ലാം വലിയ തങ്ങളാന്നാ പറയുന്നത്, മഴ പെയ്താൽ കേറി നിൽക്കണമെന്ന് പോലും അറിയില്ല, കേറി നാളെ നാട്ടുകാർ വലിയ തങ്ങളാന്നാ പറയുന്നത്, മഴ പെയ്താൽ നനയാണ്ട് കേറി നിൽക്കണമെന്ന് പോലും അറിയില്ല, കേറി നാളാ എന്ന് വിളിച്ചു പറയുന്നു. ഉമർ ഖാദി റഹിമഹുല്ലാഹ് അവர்கள் ചിരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഭാര്യ സമ്മതിക്കുകയില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ പ്രസംഗിക്കുന്നൊക്കെ അയ്യുഹന്നാസിനോടാണ്, നമുക്കിതൊന്നും ബാധകമല്ല. നമ്മൾ നമ്മുടെ വഴിയിൽ, നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒക്കെ നമുക്ക് തോന്നുന്ന മാർഗത്തിൽ അങ്ങ് ജീവിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. പണ്ഡിത വിഭാഗത്തിന്റെ ജീവിതം അങ്ങനെ ശൂന്യമായപ്പോൾ അവരുടെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിക്കാതെയായി. പണ്ഡിത വിഭാഗത്തിന്റെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിക്കാതിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്താണെന്നറിയുമോ? മറ്റൊരു കാരണം, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പറച്ചിലായി മാറി. വിശുദ്ധ ഖുർആൻ പ്രബോധകന്മാർക്ക് നൽകിയ, പ്രവാചകന്മാർക്ക് നൽകിയ ഏറ്റവും വലിയൊരു കണിശമായ ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയുമോ? വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ. ഞാൻ ഈ പറയുന്നതിന്റെ പേരിൽ, പ്രസംഗിക്കുന്നതിന്റെ പേരിൽ, ഇമാമത്ത് നിൽക്കുന്നതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു ഉപകാരവും ചോദിക്കുന്നില്ല, പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. നിങ്ങൾ എനിക്കൊരു ഉപകാരവും തരണ്ട, നിങ്ങൾ എനിക്കൊരു പകരവും തരണ്ട, നിങ്ങളൊരു പ്രതിഫലവും എനിക്ക് തരണ്ട, അത് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. എനിക്ക് പ്രതിഫലം തരേണ്ടത് എന്റെ റബ്ബുൽ ആലമീനായ അള്ളാഹു മാത്രമാണ്. അവനാണ് എനിക്ക് പ്രതിഫലം തരേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആളുകളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ദീനിന്റെ ദഅവത്ത് നടത്താൻ ഉലമാഇന് സാധിച്ചാൽ, ഉലമാക്കളുടെ മുമ്പിൽ ആളുകൾ അടിമപ്പണിയെടുക്കും, പണ്ഡിതന്മാരുടെ മുമ്പിൽ ആളുകൾ കൈകൂപ്പി നിൽക്കും. എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കാൻ ആളുകൾ സന്നദ്ധത പ്രകടിപ്പിക്കും. നേരെ മറിച്ച് ആളുകളുടെ ഓശാരം പ്രതീക്ഷിച്ചു പോയാൽ, അവരുടെ കൈമടക്ക് സ്വീകരിച്ചു പോയാൽ, കൈമടക്ക് സ്വീകരിക്കുക എന്നൊക്കെയുള്ള പ്രയോഗം ഞാൻ എന്തെങ്കിലും വേറെ ദുരുദ്ദേശത്തോടെ പറയുന്നതല്ല. നമ്മളുടെ മനസ്സിൽ ആഗ്രഹം വരികയും അതിലേക്ക് അഭയം പ്രാപിക്കുകയും ആസ്വദിക്കുകയും എത്തിമാദ് ചെയ്യുകയും ജനങ്ങളുടെ ഓശാരം പറ്റി ജീവിക്കുന്ന മനസ്സിന്റെ ഉടമയായി കഴിഞ്ഞുകൂടുകയും ചെയ്താൽ, അല്ലാതെ ആരെങ്കിലും ഹദിയ തന്നാൽ സ്വീകരിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ മനസ്സ് ആശിക്കാത്ത രൂപത്തിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹദിയ തന്നാൽ, അൽ ഹദിയത്തു മുസ്തരിഖത്തുൻ, അത് ആകാശത്തുനിന്ന് വരുന്നതാണെന്ന് വിചാരിച്ചോളുക, അള്ളാഹു തരുന്നതാണ്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ആളുകളുടെ കീശയിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. ഏതെങ്കിലും ആളുകളുടെ വരുമാന മാർഗത്തിലേക്ക് കണ്ണ് നട്ടുപിടിക്കാൻ പാടില്ല. അതിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാനും പാടില്ല. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സൂക്ഷ്മത പുലർത്താത്ത പക്ഷം ഉലമാഇന് നിലയും വിലയും ഉണ്ടാവൂല എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ സിംഹത്തെ കുറിച്ച് കേൾക്കുന്നില്ല. സിംഹം വീരശൂര പരാക്രമിയാണ്, കാട്ടിലെ രാജാവ് എന്നാണ് പറയുന്നത്. കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സിംഹത്തിന്റെ പരിസരത്തേക്ക് ഒരു ആനയ്ക്ക് പോകാൻ പേടിയാണ്. ആന കണ്ടാൽ സിംഹത്തിനേക്കാളും 10 ഇരട്ടി വലുപ്പമുണ്ട്, അല്ലേ? ആന കണ്ടാൽ സിംഹത്തിനേക്കാളും 10 ഇരട്ടി വലുപ്പമുണ്ട്. പക്ഷേ ആനയ്ക്ക് സിംഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാട്ടിലെ മറ്റ് മൃഗങ്ങളൊക്കെയും ഈ രാജാവിനെ ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. കാട്ടിലെ രാജാവായി എന്നൊന്ന് മുരണ്ടാൽ, ഒന്ന് ഗർജിച്ചാൽ കാട് കിടിലം കൊള്ളും. അതിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ പേടിച്ച് വിറയ്ക്കുന്നു, മറ്റു മൃഗങ്ങളൊക്കെ കൈകൂപ്പി നിൽക്കുന്നു. ഈ രാജാവ് വാണരുളുകയാണ്. അങ്ങനത്തെ രാജാവിനെതാ നിങ്ങളുടെ കണ്ണൂർ പൊതുസി മൈതാനിൽ വരുന്നില്ലേ ജമനി സർക്കസ്, അവിടെ ഉണ്ടാവും ചിലപ്പോൾ സിംഹം. ആ സിംഹത്തിലെ സർക്കസ് കൂടാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടു എന്ന് വിചാരിക്കുക. കുറച്ച് ദിവസം സർക്കസ് കൂടാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടു. അതിന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട്, ആ കെണിവലയുടെ ഉള്ളിൽ ഇട്ടുകൊണ്ട് അവർ കുറെ പരിശീലനങ്ങൾ നടത്തി. കുറെ നാള് സിംഹത്തെ ആ വലയത്തിന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് പരിശീലിപ്പിച്ചെടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ സിംഹം മുരണ്ടാലും ആർക്കും വലിയ പേടിയൊന്നും ഉണ്ടാവൂല. നമ്മളെക്കാളും അശുക്കളായ 2 കാലിൽ നടക്കുന്ന ജന്തുക്കൾ അതിന്റെ അകത്ത് ഈ ജന്തുവിന്റെ കൂട്ടത്തിൽ എന്തെല്ലാം കളിപ്പിക്കുന്നല്ലേ? സിംഹത്തിനെ വരച്ച വരയിൽ നിർത്തുന്നു, മൂക്ക് കൊണ്ട് റാവരപ്പിക്കുന്നു. സിംഹം വലിയ രാജാവാന്നൊക്കെയുള്ള നീ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ കേൾക്ക്. എന്താ കാര്യം എന്നറിയോ പ്രിയമുള്ളവരെ? ഈ സർക്കസ് കൂടാരത്തിന്റെ ഉടമസ്ഥൻ
ഈ രാജാവിന് ചുറ്റും തീർത്തിരിക്കുന്ന വിധേയത്വത്തിന്റെ വലയം, ആ വലയം ഇയാളുടെ വീരശൂര പരാക്രമിത്വത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, ആണത്വത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു, ആർജവത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതുപോലെയാണ് മിമ്പറിൽ നിന്നുകൊണ്ട് ഗർജിക്കുന്ന സിംഹങ്ങളാണ് പണ്ഡിത ശ്രേഷ്ഠന്മാര്. ഓഹോ അല്ലേ, മിമ്പറിൽ നിന്നുകൊണ്ട് ഗർജിക്കേണ്ട നാട്ടിലെ രാജാക്കന്മാരാണ് പണ്ഡിത ശ്രേഷ്ഠന്മാര്. പക്ഷേ നമ്മുടെ നാട്ടിലെ മുതലാളിമാരുടെയും ഹാജിയാക്കന്മാരുടെയും സാമ്പത്തികമായ വരുമാനത്തിന്റെയും കൈമടക്കിന്റെയും കൂട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിക്കപ്പെട്ടാൽ, അതിൽ അടയ്ക്കപ്പെട്ടാൽ ആ കൂട് ഭേദിച്ച് പുറത്തേക്ക് വരാൻ നമുക്ക് കഴിയില്ല. പിന്നെ നമ്മൾ ഗർജിച്ചാൽ അവർ കണ്ണുരുട്ടുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമുക്ക് ഗർജിക്കാനൊന്നും കഴിയില്ല, അല്ലേ? നമുക്ക് ഗർജിക്കാനൊന്നും കഴിയില്ല. ഒരു ആചാര്യ നാട്ടിൽ പടച്ചവന്റെ പൊരുത്തത്തിന് വിപരീതമായ നിലയിൽ സാമ്പത്തിക വർധനവിന് വേണ്ടിയിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. പലിശയ്ക്ക് കൊടുക്കുന്ന ഈ ആചാര്യൻ പലിശയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നാട്ടിലെല്ലാവരും അയാളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. ആ കാര്യത്തെ സംബന്ധിച്ചിട്ട് അയാൾ അറിഞ്ഞപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. എടാ, എല്ലാവരും എന്നെ കുറ്റം പറയുന്നല്ലോ, ഞാൻ പലിശ കൊടുക്കുന്ന ആളുകൾ അറിഞ്ഞു പോയല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ പലിശ കൊടുക്കുന്നത് ജായിസാ, ഹലാലാണല്ലോ, ഹറാമായിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഹലാലായിട്ടാണ്, അല്ലെ? നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വേണ്ടാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, ഹലാലായ നിലല്ലേ കളവ് പറയുന്നുള്ളൂ, ഹലാലായ നിലയിലല്ലേ ഞാൻ കളന്നുള്ളൂ, ബിസ്മീം പറഞ്ഞല്ലേ ഞാൻ കള്ളു കുടിക്കുന്നുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഹലാലായ പലിശയല്ലേ എന്നൊരു ധാരണയോടുകൂടി തന്റെ ഈ ദുഷിച്ച കർമ്മത്തിന് ഒപ്പുവെപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ പണ്ഡിതനെ അദ്ദേഹം സോപ്പിട്ട് പിടിക്കുന്നു. നല്ലൊരു നോമ്പ് തറ സൽക്കാരം തയ്യാറാക്കി നാട്ടിലെ ഉസ്താദിനെ ഖാദിയാരെ ഒക്കെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തി അവർക്ക് ഈ അപ്പങ്ങളും അടകളും വിഭവങ്ങളും ഒക്കെ വിളമ്പി കൊടുത്തിട്ട് നന്നായി തീറ്റിപ്പിച്ചു. തിന്ന് അതിന്റെ മൂർധന്യതയിൽ എത്തിയ സമയത്ത് ഈ ആചാര്യ ചോദിച്ചു, ഉസ്താദെ ഞാനൊരു മസാല ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കട്ടെ. ആ ചോദിച്ചോളൂ, എന്താ സംശയം? ഞാൻ അള്ളാഹു കുറച്ച് സാമ്പത്തിക ശേഷി തന്ന ഒരു മനുഷ്യനാണ്, കുറച്ച് പൈസയും പണമൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധുക്കളുണ്ട്, പാവങ്ങളുണ്ട്, ഒരു നിവൃത്തിയില്ലാത്ത സാധുക്കൾ. ഞാനിങ്ങനെ ആജി റോഡിലേക്ക് രാവിലെ ഇറങ്ങി വരും കുറച്ച് പൈസ എടുത്തുകൊണ്ട്. അവിടെ വന്ന് നോക്കുമ്പം റോഡിന്റെ സൈഡിൽ ഉന്തുവണ്ടിയിൽ നാരങ്ങ വേണോ നാരങ്ങ എന്ന് വിളിച്ചു പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കുറച്ച് സാധുക്കളുണ്ട്. ആപ്പിളും മുന്തിരിയും ഒക്കെ വെച്ച് കിലോ 10 കിലോ 15 എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവര് രാവിലെ വന്നിട്ട് ഹോൾസെയിൽ പീടികയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മുതൽ മുടക്കാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ അവരെ സഹായിക്കും. നമ്മൾ 1000 ഉറുപ്പ്യ പിടിച്ചോ എന്ന് പറയും. 1000 ഉറുപ്പ്യ ഞാൻ അവർക്ക് കൊടുക്കും. ഒരു സഹായമല്ലേ? ഓ, തീർച്ചയായും അത് സഹായമാണ്. വൈകുന്നേരം അവര് വിറ്റിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അവരെനിക്ക് എന്റെ മുതൽ തിരിച്ചു തരും. മുതലിന്റെ കൂട്ടത്തിൽ ഒരു 200 ഉറുപ്പ്യ അധികം തരും. അതൊരു സന്തോഷിച്ചിട്ട് തരുന്നതാണ്, അല്ലാതെ വേറെ ദുരുദ്ദേശത്തിലും തരുന്നതല്ല. സന്തോഷിച്ചിട്ട് അവർ തരുന്നതാണ്. ഞാൻ ഇങ്ങനെ വാങ്ങുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഉസ്താദ് എന്താ പറയേണ്ടത്? തെറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ അട അണ്ണാക്കി വെച്ചോണ്ടാ പറയേണ്ടത് തെറ്റ് എന്ന് പറഞ്ഞു. പറയാവുന്നോ? ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പിയിട്ട് അതൊക്കെ തിന്നിട്ട് വയറും വീർത്തിട്ട് ഏമ്പൊക്കം വിട്ടിട്ട് അയാളുടെ അടയും അണ്ണാക്കി വെച്ചോണ്ട് അത് തെറ്റാന്ന് പറഞ്ഞാൽ, ഇറങ്ങടാ പുറത്തുനിന്ന് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? ഇത് തിരിച്ചു കൊടുക്കട്ടെ നമ്മളല്ലേ? എന്താ ചെയ്യാ? തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ ഇപ്പൊ നാളെ തൈലീമിന്റെ സദസ്സിൽ ഇരുന്നിട്ട് പലിശക്കെതിരെ പ്രസംഗിക്കേണ്ടതല്ലേ? തെറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? രണ്ടും പറയാൻ പറ്റില്ല. അയാൾ ബുദ്ധിമാനാണ്. പണ്ഡിതന്മാർക്ക് നല്ല ബുദ്ധിയാ, കുരുട്ടുബുദ്ധിയുണ്ട്. അയാളിങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ മേശപ്പുറത്തുള്ള വിഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു അച്ചാറിന്റെ പാത്രം ഇരിപ്പുണ്ട്. അയാൾ അച്ചാറിലൊന്ന് ചെറുങ്ങനെ വിരല് തൊട്ടു, നാവിന്റെ തുമ്പത്ത് ആ അച്ചാർ ഇങ്ങനെ നാക്കി ഒന്ന് രുചിച്ചു. എന്നിട്ട് പറഞ്ഞു, തരക്കേടില്ല. എന്താ തരക്കേടില്ല എന്ന് പറഞ്ഞാ? പടച്ചവൻ ചോദിച്ചാൽ പടച്ചവനോട് പറയാം, അച്ചാറ് തരക്കേടില്ല എന്നാ പടച്ചവനെ ഞാൻ പറഞ്ഞത്. ഈ ആചാരോടുള്ള മറുപടിയായി വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചത് തരക്കേടില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചോ, ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ ഈ ഒരു കെണിവലയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയാൽ കാട്ടിലെ രാജാവായി വാണരുളിയിരുന്ന സിംഹത്തെ നമുക്ക് സർക്കസുകാരന്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്നത് പോലെ പണ്ഡിത വിഭാഗത്തെ നിങ്ങളുടെ കൈമടക്കുകൊണ്ട് നിങ്ങൾ പാട്ടിലാക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ ഹദിയകളെ കൊണ്ട് പാട്ടിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ നായകന്മാർക്കും നല്ലവരായ പണ്ഡിത ശ്രേഷ്ഠർക്കും നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി എന്താണെന്നറിയുമോ? ഒരു പ്രദേശത്തെ ഖാളി എന്ന് പറയുന്ന ആ സിസ്റ്റം ഒന്നും നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രാബല്യത്തിലില്ലാത്തത് കൊണ്ടാണ്. ഖാളിയായി ജോലി ചെയ്യുന്ന ഞാൻ ഈ പള്ളിയുടെ ഈ പ്രദേശത്തിന്റെ ഖാളിയാണെങ്കിൽ നിങ്ങളിൽ ഒരാള് തരുന്ന ഹദിയ സ്വീകരിക്കുമ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണ്, എന്താധാരത്തിലാണ് എന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ഏതെങ്കിലും ഒരാളിന്റെ മധ്യസ്ഥം, ഏതെങ്കിലും ഒരാളിന്റെ വിധി പ്രഖ്യാപനം എന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ചിട്ട് ചില സഹോദരങ്ങളുടെ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് ഇന്ന സ്ഥലത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാറുണ്ട്. നിങ്ങൾ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് കാറില്ലാത്ത സമയത്താണെങ്കിൽ പോലും അവിടെ എത്തിപ്പെട്ടാൽ അത് കഴിഞ്ഞ് പിരിയുമ്പോൾ ഇതിൽ ചില ആളുകൾ പറയും, നമ്മളെ കാറിൽ കയറിക്കോ, കൊണ്ടുവിടാന്ന് പറയും. ഞാൻ കയറാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ ശക്തമായ ഓർഡറാണ്. എന്താ കാരണം എന്നറിയോ?
രണ്ടുപേര് തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥം വഹിക്കാനാണ് ഞാൻ അവിടെ വന്നത്. ആ രണ്ടിൽ ഒരാൾക്ക് കാറുള്ള ആളാണ്, ഒരാൾ കാറില്ലാതെ ഓട്ടോറിക്ഷയിൽ വന്ന ആളാണ്. കാറുള്ളവന്റെ കൂട്ടത്തിൽ ഞാൻ കയറിപ്പോകുന്നത് വിശുദ്ധ ഇസ്ലാം കണിശമായി തടുത്തിരിക്കുന്നു, പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അവന്റെ കാറിൽ ഞാൻ കയറിയിട്ട് അടുത്ത മധ്യസ്ഥത്തിന് വരുമ്പോൾ കുറഞ്ഞ രൂപത്തിലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ചായാൻ നിർബന്ധിതനാകും. അതുകൊണ്ട് ചായാൻ പാടില്ല. കാറുള്ളവനും എനിക്ക് തുല്യമാണ്, ഓട്ടോറിക്ഷയിൽ വന്നവനും എനിക്ക് തുല്യമാണ്. അതാണ് ന്യായാധിപന്റെ ബുദ്ധി എന്ന് വിശുദ്ധ ഇസ്ലാം കണിശമായി വരച്ചിട്ടു സഹോദരങ്ങളെ. അതാണ് ഇസ്ലാമിന്റെ മഹാത്മ്യം. ഇസ്ലാമിന്റെ മഹാത്മ്യം അതാണ്. ഒരു സ്ഥലത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് ഖാലി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ജസ്റ്റിസ് ആണ് ഖാലി. ആ സമ്പ്രദായം നമ്മളിപ്പോൾ നാമമാത്രമാക്കി മാറ്റി. നാമമാത്രമാക്കി എന്ന് പറഞ്ഞാൽ നിലാവ് കണ്ടോ ഇല്ലേ എന്ന് തമ്മിൽ തല്ലാനുള്ള രണ്ട് പ്രതീകങ്ങളാക്കി ഈ പറയുന്ന ആളുകളെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മലയാളികൾ ഖാലി ആര് എന്ന് ചോദിക്കുന്നത്. ഖാലി ആരാ? അതാ പ്രശ്നം ഇപ്പൊ അല്ലേ. ഖാലി ആരാ? ഇവിടെ ഖാലി ആരുമില്ല. ഖാലി ആര് എന്നാ. ഏതായിരുന്നാലും ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഖാദിമാര് അവരുടെ ജസ്റ്റിസുമാരാണ്. അങ്ങനെയാണെങ്കിൽ സമുദായത്തിൽ അവശ വിഭാഗത്തിന്റെ അവശതകൾ പരിഹരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ആവശ്യക്കാരന്റെ ആവശ്യത്തെ നിവൃത്തി കൊടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ, മധ്യസ്ഥം വഹിക്കുമ്പോൾ അവരോട് നീതിയോടുകൂടി പെരുമാറുക എന്നത് നിർബന്ധ നിയമമാണ്. ആ രംഗത്ത് നിങ്ങൾ ഒരു പക്ഷം ചേരരുത്. ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞു തീർക്കാൻ നേരം അനുവദിക്കുന്നില്ല, സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന സുന്ദരമായതിന്റെ മൂല്യങ്ങളെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ, അതിലൂടെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സൗഭാഗ്യം സിദ്ധിച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു മതസമൂഹമായി വളരാൻ കഴിയും. നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയുമായി നമ്മളുടെ മനസ്സിനെ ബന്ധിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ സാംസ്കാരിക ബന്ധാവിനെ ഈ പള്ളിയുമായി കണ്ണിചേർക്കാൻ നമുക്ക് സാധിച്ചാൽ, പള്ളിയിൽ നിന്നും ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹിദായത്തിന്റെ വെളിച്ചമാണെങ്കിൽ, ഹിദായത്തിന്റെ സന്ദേശമാണെങ്കിൽ, നേർമാർഗത്തിന്റെ ശബ്ദമാണെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായ പ്രഭാഷണത്തിന്റെ ശകലമാണെങ്കിൽ, ഈ സമുദായം ഓരോ ദിവസവും സുന്ദരമായ ഒരു പന്ഥാവിലേക്ക്, ഒരു ശ്രേണിയിലേക്ക് പരിഷ്കരിക്കപ്പെടും, ഉയർത്തപ്പെടും. അല്ലാഹു ആ നിലയിൽ നമ്മുടെ സമുദായത്തെ നന്നാക്കി തരുമാറാകട്ടെ. പള്ളികൾ അതിന്റെ കേന്ദ്രമായി വർദ്ധിക്കാൻ അല്ലാഹു ഇടയാക്കി തരുമാറാകട്ടെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ പള്ളിയെ ദുരുദ്ദേശപരമായ നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനാവശ്യമായ എന്തെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടി, കാര്യത്തിന് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പള്ളിയെ ദുരുപയോഗം ചെയ്യാതെ പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ഖുർആനിലെ സൂറത്ത് തൗബയിൽ വിശേഷിപ്പിച്ച ആ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാകണം. സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം. എന്തെങ്കിലും സേവനങ്ങൾ അർപ്പിക്കുന്നെങ്കിൽ പരലോകത്ത് നന്മ കിട്ടാൻ വേണ്ടി മാത്രമാകണം. അതുപോലെ ആ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാലനം പള്ളിയിൽ വരുന്ന ആളുകളുടെ ആത്മീയ രംഗത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വിശുദ്ധ ഖുർആനിന്റെ കുറെ ആയത്തുകൾ ഓതി ആധികാരികമായി വിഷയം പറയണമെന്ന് വിചാരിച്ചാ തുടങ്ങിയത്. പക്ഷെ എങ്ങോട്ടൊക്കെയോ നമ്മുടെ വിഷയം എത്തിപ്പോയി. ആദ്യമായി ഭൂമിയിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളി ഏതാണ്? മസ്ജിദുൽ ഹറാമിലെ കഅബാലയമാണ്. കഅബാലയം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ആ പള്ളിയുടെ വിശേഷണം പടച്ചവൻ പറഞ്ഞത് എന്താണ്? ഭൂമിയിൽ ആദ്യമായി മനുഷ്യർക്ക് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി നിർമ്മിതമായ ഭവനം കഅബാലയമാണ്. മക്കയിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ഭവനമാണ്. ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. അത് അനുഗ്രഹീതമായ ഭവനമാണ്, അനുഗ്രഹീതമാണ്. വമൻ ദഖലഹു കാന ആമിന. അതിൽ ആരെങ്കിലും കടന്നു കിട്ടിയാൽ അവൻ സുരക്ഷിതനായി. നമ്മൾ പള്ളിയിൽ കടന്നാൽ നമ്മൾ സുരക്ഷിതരായി. എന്തൊക്കെ സുരക്ഷിതത്വമാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ പിന്നെ ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫസാദ് പറയണ്ട, ഫസാദ് കാണണ്ട, കളവ് പറയണ്ട, അനാവശ്യമായ ബന്ധങ്ങൾ വേണ്ട. ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള അനാവശ്യമായ പോസ്റ്ററുകൾ കാണണ്ട, വൃത്തികേടുകൾ കാണണ്ട, ഒന്നും വേണ്ട. നമ്മൾ സുരക്ഷിതരായി. അതോടൊപ്പം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കാനായി ഓടി വരുന്ന ഒരു മനുഷ്യൻ പോലും പള്ളിയുടെ ഉള്ളിലായതുകൊണ്ട് തൽക്കാലം വിട്ടേക്കാമെന്ന് വിചാരിക്കും. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എനിക്കൊരാൾ കുറെ പണം തരാനുണ്ട്, കുറെ നാളായി അയാളുടെ പിന്നാലെ ഞാൻ നടക്കുന്നു. ഞാൻ അയാൾ സ്ഥിരമായി പങ്കെടുക്കുന്ന പള്ളിയിൽ പല വക്തുകളും അയാളെ പിടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോൾ അയ്യാല സ്വലാ എന്ന് പറയുന്നു അയാൾ. അയ്യാല സ്വല ബാങ്ക് കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സങ്ങ് മടുക്കും. ഈ ഹയ്യാല സ്വലാ എന്ന് പറയുന്ന ആളെ കുരല പിടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പറഞ്ഞോ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നമ്മൾ ഈ നല്ല മനസ്സുകളെ ചൂഷണം ചെയ്യാണ് പലപ്പോഴും. ഈ നല്ല മനസ്സുകളെ ചൂഷണം ചെയ്യാം. പണം മറ്റൊരാളുടെ മധ്യസ്ഥത്തിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർ മുഴുവനും ക്രിമിനലാണ് ഉസ്താദെ. ഒന്നാമത്തെ സഫ് മുഴുവൻ ക്രിമിനലാ. ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൽ 90% ആളും എനിക്ക് പൈസ തരാനുണ്ട് ഉസ്താദെ. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ. നമ്മുടെ നാട്ടിലെ
പ്രമുഖമായ ഒരു പള്ളിയുടെ അവസ്ഥ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവരൊക്കെ ക്രിമിനലാണ് ഉസ്താദേ എന്ന്. ഒരു പരിധി വരെയും പ്രിയമുള്ളവരെ, ഞാൻ എന്റെ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. ഒരുപാട് അനുഭവങ്ങൾ, സ്വന്തമായ അനുഭവങ്ങൾ. എനിക്ക് വിദേശത്ത് നിന്ന് കിട്ടാൻ കുടുങ്ങിപ്പോയ ഒരു വലിയ എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ടിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം ഫോണിൽ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവസാനം എന്റെ ഫോണ് അങ്ങോട്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ ഉടനെ അദ്ദേഹം ഒരു സ്വിച്ച് ഇങ്ങനെ മാറ്റും. ആ സ്വിച്ച് പിന്നെ കേൾക്കുന്നതറിയോ? ഹറമിലെ സുദേശിയുടെ ഖിറാത്താണ്. ഞാൻ പൈസ തരണമെന്ന് പറഞ്ഞ് അയാളെ ചീത്ത വിളിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഫോൺ ചെയ്താൽ നമുക്ക് കേൾപ്പിച്ചിരുന്നത് ഖുർആനാണ്. വേറെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, തലസ്ഥാന നഗരിയിൽ. അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടിൽ കിട്ടാനുള്ളത് വിളിക്കുമ്പോഴൊക്കെ പറയപ്പെട്ടിരുന്നത് അയാൾ ഇത്തിക്കാഫിരിക്കുകയാണെന്നാ. പള്ളിയിലാണ്, ഇത്തിക്കാഫിരിക്കുകയാണ്. സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളായ നമ്മളുടെ സാമ്പത്തിക രംഗം, സാമൂഹിക രംഗം, രാഷ്ട്രീയ രംഗമൊക്കെ ദുഷിച്ചു നാറിയപ്പോൾ, അത് ചീഞ്ഞളിഞ്ഞപ്പോൾ, മലീമസമായപ്പോൾ അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു മൂടുപടം ഇടാൻ വേണ്ടിയിട്ട് തൽക്കാലം നമ്മൾ പള്ളിയെ അഭയം പ്രാപിച്ചതാണ്. അപ്പോഴാണ് പള്ളി മോശമായത്, അല്ലെ? അങ്ങനെയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ ഹിന്ദുവായ മാഷ് പറഞ്ഞതുപോലെ, ഈ സമുദായം മൂത്രിച്ച് നാറ്റിയ പള്ളിയിൽ നമുക്ക് എങ്ങനെ കയറാൻ തോന്നും? കള്ളന്മാരും കപടന്മാരും വാങ്ങിയാൽ കൊടുക്കാത്തവരും ആ നിലയിൽ തണ്ടു പറയുന്നവരും ഒക്കെ തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് നിരന്തരമായി സഹവസിക്കുന്ന ഈ പള്ളിയിൽ മലക്കുകൾ ഇരിക്കുവോ? പ്രയാസമാണ്. മലക്കുകൾക്ക് ഇരിക്കാൻ പ്രയാസമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പള്ളി എന്ന് പറയുന്നത് അഭയകേന്ദ്രമാണ്. ഒമൻ ദഖലഹു കാന ആമിന. ഈ നിലയിൽ മുബാറക്കായ, ഐശ്വര്യപൂർണമായ, ലോകർക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകരുന്ന കഅബയാണ് ആദ്യമായി ഭൂമിയിൽ നിർമ്മിതമായ പള്ളി എന്ന് പടച്ചവൻ പറഞ്ഞു. ആ പള്ളിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഭൂമി ലോകത്ത് എവിടെയായിരുന്നാലും പള്ളികൾ നിർമ്മിക്കപ്പെടേണ്ടത് എന്നും പടച്ചവൻ പറഞ്ഞു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പള്ളി ഉണ്ടാക്കുക. നമ്മൾ ഇവിടെ കാമ്പസാറിൽ പള്ളി നിർമ്മിക്കാൻ പോയപ്പോൾ കൃത്യമായി, കണിശമായി നമ്മൾ കഅബയുമായിട്ട് നമ്മൾ ഒപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? നമ്മളുടെ കേന്ദ്ര ബിന്ദു കഅബയാണ്. അങ്ങോട്ട് നമ്മൾ ദിശ ഒപ്പിക്കുകയാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പ്രയാസമാണ്. നിസ്കാരം സഹിയാവൂല. ഷാഫി മദ്ഹബ് പ്രകാരം ഐനുൽ ഖിബ്ല തന്നെ വേണം. ഹനഫി മദ്ഹബിലാണെങ്കിൽ ജിഹത്തുൽ ഖിബ്ല ആയാലും മതി. അതുകൊണ്ട് നമ്മൾ ഭൂമിയുടെ ഏത് മുക്കിലും മൂലയിലും ഒരു പുതിയ പള്ളി നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ദിശ കൃത്യവും കണിശവുമായി കഅബയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട്? കഅബ എന്തിനു വേണ്ടി നിർമ്മിതമായോ അതേ ലക്ഷ്യം തന്നെ ഭൂമിയിലെ മറ്റു പള്ളികളിലൂടെയും ലക്ഷ്യമാക്കപ്പെടേണ്ടതുണ്ട്, സാധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായിരുന്നു കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോൾ അതിന്റെ നിർമ്മാതാവ്, അതിന്റെ ഉപജ്ഞാതാവ് പറഞ്ഞത്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم وإذ يرفع إبراهيم القواعد من البيت കഅബാലയത്തിന്റെ അസ്തിവാരത്തിൽ നിന്നും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം അതിന്റെ പണി പടുത്തുയർത്തിയപ്പോൾ, അതിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ, പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം ഇസ്മായിൽ എന്ന മകനെയാണ് കൂട്ടത്തിൽ സഹായത്തിന് കൂട്ടിയത്. വേറെ സഹായികൾ ആരുമില്ല, പണിക്കാരുമില്ല. സ്വന്തമായി വാപ്പയും മോനും പണിഞ്ഞു പൂർത്തിയാക്കിയ ഈ നിർമ്മാണ പ്രവർത്തനത്തെ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ദുആ ചെയ്തു. ഇനി ഖിയാമത്ത് നാൾ വരെ പള്ളി പണിയുന്ന, പള്ളി പരിപാലിക്കുന്ന, പള്ളിയുടെ സേവനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകളും പകർത്തേണ്ട മാതൃകയാണ് ഇതിലൂടെ പടച്ചവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായി പള്ളി പണിയുന്നവരുടെയും അതിനെ പരിപാലിക്കുന്നവരുടെയും മനസ്സിലും മന്ത്രത്തിലും ദുആയിലും ഇങ്ങനെ ഉണ്ടാകട്ടെ: റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ നീ സ്വീകരിക്കണേ. അടുത്ത ജനറൽ ബോഡി വിളിക്കുമ്പോൾ എന്നെ ആളുകൾ പുറത്താക്കി വേറൊരാളെ പുതിയ ഭരണാധികാരിയായി കൊണ്ടുവന്നു. എനിക്കൊരു പരാതിയില്ല. അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ പടച്ചവനെ നീ എന്നെ തള്ളിക്കളയരുതേ, നീ എന്നെ സ്വീകരിക്കാതിരിക്കരുതേ. ഞാൻ ചെയ്ത സേവനങ്ങൾ നീ ഖബൂലാക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പള്ളിയുമായി ബന്ധപ്പെട്ട് ഖിദ്മത്തുകൾ ചെയ്യുന്ന ആളുകളുടെ ആദ്യത്തെ മന്ത്രധ്വനി ഇതായിരിക്കട്ടെ, ആദ്യത്തെ മനസ്സ് ഇങ്ങനെയാകട്ടെ: റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. രണ്ടാമത്തേത് എന്താ? റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. ഇന്ന് പള്ളി പണിയാൻ ഞാനും എന്റെ മോനുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്നെയും എന്റെ മോനെയും നിന്നെ അനുസരിക്കുന്നവരാക്കണം. അല്ലാതെ പള്ളി പണിഞ്ഞു അതിന് ഞാൻ പൈസ കൊടുത്തു, പിരിവിന് വന്ന ആളുകളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ പണം കൊടുത്തു, അങ്ങനെ കൂടുതൽ പണം തന്ന ആജിയാർക്ക് ഏറ്റി കൊടുക്കട്ടെ എന്ന് ഉസ്താദ് ദുആയും ചെയ്തു. തീർന്നു പ്രശ്നം.
പിന്നെ ഞാനും പള്ളിയായിട്ട് വേറെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അല്ലേ? അങ്ങനെ ആകരുത്. ഞാൻ പള്ളി പണിഞ്ഞെങ്കിൽ അതുകൊണ്ടുള്ള ഉപകാരം എനിക്കാണ് ആദ്യം കിട്ടേണ്ടത്. അതുകൊണ്ട് പടച്ചവനെ, ഈ പള്ളി മുഖേന എന്നെ നീ മുസ്ലിമാക്കണേ, എന്റെ മകനെയും നീ മുസ്ലിമാക്കണേ. ആ മനസ്സ് നമുക്കുണ്ടായാൽ, ഈ പള്ളി എന്തിനാ ഞാൻ പണിയുന്നത്, എന്തിനാ ഞാൻ ഈ പള്ളിക്ക് പരിപാലന കമ്മിറ്റിയിൽ അംഗത്വം നേടിക്കൊണ്ട് ഖിദ്മത്തുകൾ ചെയ്യാൻ സന്നദ്ധനാകുന്നത്? ഇത് മുഖേന ഞാൻ മുസ്ലിമാകണം, എന്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം, എന്റെ മകന്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം, എന്റെ മക്കളുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം. മറ്റൊന്നുകൂടി വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ് പടച്ചവൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാക്കുകളിലൂടെ. സാധാരണഗതിയിൽ പഴയ തലമുറകൾക്ക് പള്ളിയുമായി നല്ല ബന്ധമുണ്ട്. വയസ്സായ ആളുകളും ഉപ്പാപ്പമാരും ഒക്കെ പള്ളിയിലേക്ക് കൂടുതൽ വരികയും ബന്ധപ്പെടുകയും ചെയ്യും. പക്ഷേ അടുത്ത തലമുറകൾ പഴകുമ്പോൾ, അടുത്ത പുതിയ പുതിയ തലമുറകൾ വരുമ്പോൾ ആ തലമുറകൾക്ക് പലപ്പോഴും പള്ളിയുമായി ബന്ധമുണ്ടാകാറില്ല, മദ്രസയുമായി ബന്ധമുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഇന്ന് പള്ളി പണിയുന്ന ഞാന്, എന്റെ മോന്, ഞങ്ങളൊക്കെ മുസ്ലിമായി, ഞങ്ങൾ മുസ്ലിമായിട്ട് അടുത്ത വരുന്ന തലമുറ അവര് പരിഷ്കാരികളായി പോയാൽ പറ്റൂല, ഹിപ്പികളായി മാറിയാൽ പറ്റൂല. അതുകൊണ്ട് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, എന്റെ പരമ്പരയിൽ നിന്ന് തന്നെ നിന്നെ ആരാധിക്കുന്ന, നിനക്ക് വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായ പാരമ്പര്യത്തെ നീ ഉണ്ടാക്കണേ. എന്നെയും എന്റെ മക്കളെയും മാത്രമല്ല, എന്നെയും എന്റെ തലമുറകളെ പോലും നീ നിന്നെ ആരാധിക്കുന്നവരാക്കണേ. അഥവാ അങ്ങനെ ആരാധനയുടെ, വഴിപാടിന്റെ വ്യക്തമായ രൂപങ്ങളായി മാറുന്ന മുസ്ലിമീങ്ങളാകാൻ ഈ പള്ളിയെ നീ ഉപകാരപ്പെടുത്തണേ, ഈ പള്ളിയെ നീ വഴിയൊരുക്കി തരണേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. രണ്ട് കാര്യമായി. മൂന്നാമതായി പറയുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, വ അരിനാ മനാസികനാ വ അരിനാ മനാസികനാ, ഇനി ഞങ്ങൾ എന്ത് അനുഷ്ഠാനമാണ് ചെയ്യേണ്ടത്, ഇനി ഞങ്ങൾ എന്ത് കർമ്മപദത്തിലേക്കാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്? നിന്റെ നിർദ്ദേശപ്രകാരം പള്ളി പണിഞ്ഞു, പള്ളിയുടെ കബൂലിയത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ ദുആ ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പരകളും മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഇനി പടച്ചവനെ ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? വ അരിനാ മനാസികനാ, ഞങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ, പഠിപ്പിച്ചു തരണേ എന്ന് പറയുന്നു. അല്ലാഹു തആല ആ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പള്ളി പണിഞ്ഞു, അതിന്റെ നിർമ്മാണത്തിൽ നമ്മൾ ഇഖ്ലാസ് പുലർത്തി, അനന്തരം നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചു. ഇനി നമ്മൾ എന്തൊക്കെയാണ് നല്ല കർമ്മങ്ങളുടെ പേരിൽ ചെയ്യേണ്ടത്, അത് ഓരോന്നും പഠിക്കാൻ ശ്രമിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ഗേഹമാക്കി പള്ളിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ തമ്മിൽ തല്ലാൻ വേണ്ടിയല്ല ഒരുമിച്ച് കൂടേണ്ടത്, സംഘടന ചേരാൻ വേണ്ടിയിട്ടല്ല, സംഘടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ അരിനാ മനാസികനാ, ഞങ്ങളുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് അനുഷ്ഠാന കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ, അത് പഠിക്കാൻ, അതിനുവേണ്ടിയുള്ള തഅലീമുകളുടെ, ദഅവത്തിന്റെ ഒക്കെ മാർഗമായി ഞങ്ങൾ പള്ളി ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു ഈ നിലയിൽ പള്ളി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ഒരിക്കലും അടയ്ക്കുമായിരുന്നില്ല. നബി തങ്ങളുടെ പള്ളി ഒരിക്കലും ലൈറ്റ് അണയ്ക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ പള്ളിയുടെ ഇമാമ് തിരിഞ്ഞിരിക്കുമായിരുന്നു, സദസ്യരെ ശ്രദ്ധിക്കുമായിരുന്നു, അവിടുന്ന് ആ സന്ദർഭത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഓരോരോ സംഘങ്ങളായി ഹൽക്കകളായി മാറിയിരിക്കുമായിരുന്നു. ഈ പള്ളിയിൽ നിന്നും ഞങ്ങൾ എന്ത് ഉൾക്കൊള്ളണമെന്ന് പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. ആ ഒരു ശ്രമം ഇന്നും അൽഹംദുലില്ലാഹ് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിലനിന്നു പോരുകയാണ്. മദീനത്തെ മസ്ജിദുൻ നബവി പോലെ തന്നെ, മക്കത്തെ മസ്ജിദുൽ ഹറാം പോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ പള്ളികളും സജീവമാകണം. ആ സജീവമാക്കാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പഴയ പള്ളികളൊക്കെ നോക്കിയാൽ അതിന്റെ മേലെ കുറച്ച് കുട്ടികളും കുറച്ച് ഉസ്താദന്മാരും കുട്ടികളും എന്നും ഉണ്ടാകും. അത് പാരമ്പര്യമായി നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നാമമാത്രമായി. അബദ്ധത്തിൽ ഒരു ദിവസം കാമ്പസാറ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി സുബൈക്ക് വിട്ടുപോയ ഞാൻ, സുബൈ നമസ്കാരത്തിന് ആരുമില്ല, പേടിയായി പോയി. ഇത്രയും കൂടുതൽ ആളുകളെ കണ്ട് പരിചയപ്പെട്ട എനിക്ക് ഈ പള്ളിയിൽ ആരുമില്ലാത്ത സമയത്ത് വന്നുപെട്ടപ്പോൾ പേടി തോന്നി. നിസ്കരിക്കാൻ ഞങ്ങൾ 3-4 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബന്ദ് ദിവസത്തിൽ ഞാൻ യാത്ര ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറപ്പെടാൻ വേണ്ടി പോയപ്പോൾ കിടുകിടുകിടുകിടുന്ന ശബ്ദത്തോടുകൂടി 1, 2, 3 മാലാഖ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മേലെ നിറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോൾ അവര് പള്ളിയിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അയ്യുഹന്നാസ് ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞ പള്ളിയുടെ വെളിയിലുള്ളവർ നിസ്കാരത്തിലേക്ക് വാന്ന, പള്ളിയുടെ ഉള്ളിലുള്ളവർക്ക് അത് ബാധകമേ അല്ല. ലൗഡ് സ്പീക്കർ പുറത്തേക്കേ ഉള്ളൂ, ഉള്ളിൽ കേൾക്കാറില്ല, അല്ലേ? ലൗഡ് സ്പീക്കർ പുറത്തേക്കല്ലേ കേൾക്കാറുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രിയമുള്ളവരെ, മദീനത്തെ മസ്ജിദുൻ നബവിയുടെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട്, മസ്ജിദുൽ ഹറാമിന്റെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷം പള്ളി ശൂന്യമാകുന്നതിന് പകരം പള്ളിയിൽ തഅലീമിന്റെ ഹൽഖകൾ ഉണ്ടാകണം, ദറസിന്റെ ഹൽഖകൾ ഉണ്ടാകണം എന്നത് ഒരു പുണ്യമായ കർമ്മമായിരുന്നതുകൊണ്ട്, പണ്ടേ നിലനിർത്തി പോന്നിരുന്ന മാമൂലായിരുന്നതുകൊണ്ട് പഴയകാല ആളുകൾ നമ്മുടെ നാട്ടിലെ പഴമയുള്ള പള്ളികളുടെ മുകളിലൊക്കെ അത്തരം ഒരു ദർസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതും കാലക്രമേണ ഒരു മാമൂലായി മാറി, ഒരു നേർച്ച പോലെയായി മാറി.
നമ്മുടെ നല്ല മക്കളെ ഒന്നും നമ്മൾ ആ ദർസിൽ പഠിക്കാൻ വിടൂല. എല്ലാരെയും പടച്ചല്ല സുഖിക്കാനാക്കി, എന്നെ പടച്ചല്ല ഓതാനാക്കി. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ പടച്ചല്ല ഓതാനാക്കി. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പടച്ചിട്ട് സൂഹിക്കാനാക്കിയത്, അവരെ നല്ല നല്ല വഴികളിലേക്കാ തിരിച്ചുവിട്ടു. ഒന്നിനും കൊള്ളാത്ത ഈ പാവങ്ങളെയാണ് പള്ളിയുടെ മുകളിൽ ഓതാനാക്കിയത്. അതുകൊണ്ടാണ് നമ്മുടെ സമുദായം ഇങ്ങനെ ആയിപ്പോട്ടെ. ഏതായിരുന്നാലും നമ്മുടെ ആ പതിവ് എന്തിലേക്കാണ് സൂചന നൽകുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആയിലേക്കാണ്. പടച്ചവനെ, പള്ളിയുടെ സുന്ദരമായ നിർമ്മാണത്തിന് ശേഷം അത് ശൂന്യമായി പോകരുത്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ പടച്ചവനെ, ഞങ്ങൾക്ക് അറിയിച്ചതാ പടച്ചവനെ. വീണ്ടും പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞങ്ങളിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്, വീഴ്ചകൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. വതുബ് അലൈനാ, നീ ഞങ്ങളോട് പുറത്തു തരണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ പടച്ചവനെ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി എന്തെങ്കിലും അബദ്ധം വന്നാൽ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. തീർന്നില്ല, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ദുആ അവസാനിക്കുന്നില്ല. വീണ്ടും പറയുന്നു, റബ്ബനാ വബഅദ് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബനാ വബഅദ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. പടച്ചവനെ, സമൂഹത്തിന് പള്ളി മാത്രമുണ്ടായാൽ പോരാ, സമുദായത്തിന് പള്ളി മാത്രമുണ്ടായാൽ പോരാ, പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റികൾ മാത്രമുണ്ടായാൽ പോരാ, മറിച്ച് വബഅദ് ഫീഹിം റസൂലൻ മിൻഹും, അവരിലേക്ക് നീ ഒരു റസൂലിനെ അയച്ചു കൊടുക്കണം, ഒരു പ്രബോധകനെ അയച്ചു കൊടുക്കണം, ഒരു പ്രാസംഗികനെ നിയോഗിക്കണം, ഒരു ദാഇയെ നീ നൽകണം, അവരെ നന്മയിൽ നയിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ, ഞാൻ പറഞ്ഞാൽ ഒരുപാട് പറയണം. ആധികാരികമായി തന്നെ ഖുർആനിന്റെ ആയത്തുകളെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ എടുത്തത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം, നമ്മുടെ കഴിവുകേട് എങ്ങും എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, ജുമാ ദിവസത്തിൽ ബാങ്ക് കേട്ടാൽ, അതിന്റെ ശബ്ദമായാൽ, അതിന്റെ സമയമായാൽ, നിങ്ങൾ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഓടി വരിക. ഫസ്ഔ, വേഗം വരിക. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചിട്ട് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ പോകുന്ന ഖുത്ബയുടെ ഭാഷണത്തിലേക്ക് നിങ്ങൾ ഓടി വരിക. അങ്ങനെ വന്നു, ഇരുന്നു, നിങ്ങൾ കേട്ടു, ഇബാദത്ത് എടുത്തു, ജുമയും ഖുത്ബയും ഒക്കെ നിർവഹിച്ചിട്ട് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തെ ആശിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാം, തൊഴിലിൽ ഏർപ്പെടാം, ജോലികൾ ചെയ്യാം, ഹലാലായ മാർഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടാം. പക്ഷേ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി സ്മരിക്കണം, അത് നിങ്ങൾ മറന്നു പോകരുത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യം മറന്നു പോകരുത് എന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉപദേശം നൽകിയിട്ട് ഖതീബിനോട് പറയുന്നു. അടുത്ത വചനം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ആരും എന്നെ ഫോൺ ചെയ്ത് സംശയം ചോദിച്ചേക്കരുത്, വളരെ കൃത്യമായി ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി സത്യവിശ്വാസികൾക്ക് നൽകുന്ന, സദസ്യർക്ക് നൽകുന്ന ഉപദേശം, അതിനുശേഷം അല്ലാഹു തആല ഖതീബിനോട് പറയുന്നു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ വഇദാ റഅൂ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം കേട്ടു, തരക്കേടില്ല, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കച്ചവടത്തിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ, തൊഴിലിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ അവരങ്ങനെ അതിൽ തന്നെ അങ്ങ് മുഴുകിയതായി കണ്ടു. അവർക്ക് പിന്നെ പള്ളിയുമായി ബന്ധമില്ല, അമലുകളുമായി ബന്ധമില്ല. വതറകൂക ഖായിമാ, അസ്ർ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ ഞാനും എന്റെ പിന്നിലുള്ള 2-3 ആളും മാത്രമായി. വതറകൂക ഖായിമാ, ഞാനും എന്റെ പിന്നിലുള്ള 2-3 ആളുകളും മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥ വന്നാൽ ഖതീബ് എന്ത് ചെയ്യണം? അള്ളാഹു പറയാണ് വിശുദ്ധ ഖുർആനിൽ. ഖതീബിന്റെ ദൗത്യം എന്താണ്? ഖതീബിന്റെ ചുമതല എന്താണ്? ഉത്തരവാദിത്തം എന്താണ്? ഖതീബ് എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വിശിഷ്ടനായ, മഹാനായ, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഖതീബിനോട് പറയുന്നു, ഖുൽ, നബിയെ, ഈ ഒരു അവസ്ഥ കണ്ടാൽ എഴുന്നേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ല്. എന്നിട്ട് അവരോട് പോയി പറയണം, മാ ഇൻദല്ലാഹി ഖൈറുൻ, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ഇതിനേക്കാളും ശ്രേഷ്ഠമാണ്. കച്ചവടത്തിൽ തന്നെ ഇരുന്ന് കളയരുത്, തൊഴിലുകളിൽ തന്നെ ഇരുന്ന് കളയരുത്. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താ ഈ ഖുർആനിന്റെ വചനം സൂചിപ്പിക്കുന്നത്? ഇമാമിങ്ങൾ, ഞങ്ങൾ തൽക്കാലം മെഹ്റാബിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്, മിമ്പറിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്, പള്ളിന്റെ പുറത്ത് ആളുകൾ എന്തും ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് തീരുമാനിച്ചിരിക്കാൻ പാടില്ല എന്ന് കണിശമായ ഓർഡർ നൽകുന്നു. ജുമുഅയ്ക്ക് ആൾ തിരക്കുണ്ടായിരുന്നു, അസറിന് ആളിനെ കണ്ടില്ലെങ്കിൽ അസർ നമസ്കാരം സലാം വീട്ടിയതിനു ശേഷം നീ പുറത്തേക്ക് ഇറങ്ങണം. നിന്റെ ബാധ്യതയാണത്, നിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സാധാരണഗതിയിൽ ചില സുന്നിപ്പള്ളികളിൽ നടത്താറുള്ള ഒരു ഹദ്ദാദ് റാത്തീബ് ഇല്ലേ? ഹദ്ദാദ് റാത്തീബ് ആരുടെ പേരിലാണ് നമ്മൾ നടത്തുന്നത്?
ബാ അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു മഹാന്റെ പേരിലാണ്. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, തബ്ലീഗുൽ കബീർ എന്നാണ് അതിന്റെ പേര്, തബ്ലീഗുൽ കബീർ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ വരികൾ വായിച്ചാൽ, തബ്ലീഗുൽ കബീറിന്റെ വരികൾ വായിച്ചാൽ ഒരു പണ്ഡിതന്റെ ധർമ്മം എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ വിശുദ്ധ വാക്യങ്ങളെ ഒക്കെ ആധാരമാക്കിക്കൊണ്ട് പള്ളിയിൽ ആള് കാണുന്നില്ല എന്ന് കണ്ടാൽ ഉള്ള അല വെച്ച് നിസ്കരിച്ചിട്ട് മാസം എത്തുമ്പോൾ പൈസ എണ്ണി വാങ്ങിയിട്ട് എന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കലല്ല. പിന്നെയോ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയുമോ? ഇഖാമത്ത് സാധാരണ നമ്മൾ 3:20 നിശ്ചയിച്ചിരിക്കുന്നത്. 3:20 നിശ്ചയിച്ചപ്പോൾ ആളുകളെ നമ്മൾ നോക്കി, പക്ഷേ നമ്മൾ സാധാരണ കാണുന്നവരൊന്നും കണ്ടില്ല. എങ്കിൽ ആ 20 നിസ്കരിക്കരുത്, ഖത്തീബ് പിന്തിപ്പിക്കണം നിസ്കാരം. ഖത്തീബ് പിന്തിപ്പിക്കണം, രണ്ടാളും കൂടെ വരുമോ എന്ന് പ്രതീക്ഷിക്കണം. മാത്രമല്ല സാധിക്കുമെങ്കിൽ ഈ ഖത്തീബ് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ചേർത്തുകൊണ്ട് അവരെ പോയി ആഘോഷിക്കണം. എന്താ ഉറങ്ങിപ്പോയതാ? പോട്ടെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ചെയ്തതുപോലെ, എന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ ഒന്ന് മിസ് കോൾ അടിച്ചേക്ക്. കാരണം മനുഷ്യൻ ഇന്നത്തെ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞതാണ്. അത്താഴത്തിന് നേരമായപ്പോൾ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തെടുത്തിട്ട് സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് ഒരു മിസ് കോൾ അടിക്കൂ. അള്ളാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കൊരു മിസ് കോൾ കൊടുത്തൂടെ, ഇവർക്ക് ഒന്ന് തട്ടി ഉണർത്തിക്കൂടെ, ഒന്ന് വിളിച്ചുണർത്തിക്കൂടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ പറഞ്ഞു, ഇറങ്ങ നബിയെ, പോകൂ, അവരെ വിളിക്കൂ, അവരോട് പറ, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹവി വമിനത് തിജാറ. സഹോദരങ്ങളെ, നിങ്ങളുടെ കച്ചവടത്തെക്കാളും, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വിനോദങ്ങളെക്കാളും, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കളിതമാശകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയിലുണ്ട്, ബാ, പടച്ചവന്റെ അടുക്കലുണ്ട്, ബാ, അവിടെ പോയി നമുക്കത് വാങ്ങാം എന്ന ഭാഷയിൽ തന്നെ അവരോട് പറയണം. മിനൽ ലഹവി വമിനത് തിജാറ എന്ന പദപ്രയോഗം പ്രത്യേകം നമ്മൾ അടിവരയിടേണ്ടതുണ്ട്. നമ്മളുടെ സമുദായത്തിലെ സഹോദരങ്ങൾ റമദാനിന്റെയും പെരുന്നാളിന്റെയും അതുപോലെ ജുമഅയുടെയും ഒക്കെ ആവേശ തിരതല്ലലുകളിൽ നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചങ്ങാതിമാര് കൂട്ടുകെട്ട് അവരെ പിടിച്ചു വലിക്കുന്നു അനാവശ്യങ്ങളിലേക്ക്, ആഭാസങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക്. അങ്ങനെ തോന്നിവാസങ്ങളിൽ പെട്ടുപോകുന്ന ഈ സഹോദരങ്ങൾ ബോധപൂർവം പെട്ടുപോകുന്നതല്ല, അങ്ങനെ പെട്ടുപോയതാണ്, കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ കുടുങ്ങിപ്പോകുന്ന ആളുകളുടെ പിന്നാലെ പള്ളിയിലെ ഇമാമുകൾ സംഘടിക്കണം, പള്ളിയിലെ ഉസ്താദന്മാരെ സംഘടിക്കണം. അവരവരുടെ പിന്നാലെ പോണം. മോനെ ബാ, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹവി വമിനത് തിജാറ. നിന്റെ ഈ കളിതമാശയേക്കാളൊക്കെ എത്രയോ നല്ലത് പരലോകമാണ്. പടച്ചവന്റെ മുമ്പിലോട്ട് ബാമനെ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയാനുള്ള സന്നദ്ധത കാണിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. പടച്ചവനെ, നീ അവരിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു കൊടുക്കണേ. അത് പ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുവായി ആയത്തിന് അർത്ഥം വെക്കുമ്പോൾ പള്ളിയായി, അൽഹംദുലില്ലാഹ്, പള്ളി നല്ല സൗകര്യമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട കുറെ സംവിധാനങ്ങളൊക്കെ യാഥാർത്ഥ്യമായി. ആ നിലയിൽ ആത്മീയമായ രംഗത്ത് ഉന്നതന്മാരായി മാറാൻ ശ്രമിക്കുന്ന ആളുകളിൽ മനുഷ്യ സഹജമായ പോരായ്മകൾ സംഭവിക്കുമ്പോൾ, പുറകോട്ടുപോക്ക് സംഭവിക്കുമ്പോൾ, അലസതയുണ്ടാകുമ്പോൾ അവരെ അത് പറഞ്ഞ് തോളിൽ തട്ടി നേരായ മാർഗത്തിലേക്കൊന്ന് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ അയച്ചു കൊടുക്കണേ പടച്ചവനെ, ഒരാളെ അയച്ചു കൊടുക്കണേ പടച്ചവൻ. ചിലപ്പോൾ മുജദ്ദിദുകളായി വരും, ചിലപ്പോൾ വലിയ വലിയ സാലിഹ്യങ്ങളായ നായകന്മാരായി വരും, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാഷകന്മാരായി ആളുകളെ നിയോഗിക്കും, പ്രബോധകന്മാരായി ആളുകളെ നിയോഗിക്കും. ഈ പ്രഭാഷകന്മാരും പ്രബോധകന്മാരും ഒന്നും വേണമെന്നില്ല. എന്റെ മകൻ അസ്ർ നിസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെടുത്തി എന്നറിഞ്ഞാൽ ഞാൻ അവനെ വിളിക്കണം, എന്താ മോനെ നീ അസ്ർ പള്ളിയിലുണ്ടാകാഞ്ഞത്, വാടാ മോനെ, ഇനി മേലിൽ ജമാഅത്ത് നഷ്ടപ്പെടരുത് എന്ന് ഞാൻ എന്റെ മോനോട് പറയണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നിസ്കാരക്കാരാവൂലേ? ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് പറഞ്ഞാൽ നാട്ടിലെ ചെറുപ്പക്കാർ നിസ്കാരക്കാരാവൂലേ? ഇങ്ങനെ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. മറ്റൊന്നുകൂടി പറയട്ടെ, യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ആദ്യം പറഞ്ഞ 2 ആയത്തുകളിലും പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമാണ് പടച്ചവൻ നടത്തിയത്. മൂന്നാമത് പറയുന്ന ആയത്തിൽ ആ പള്ളി അതിന്റെ ശരിയായ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിൽ നല്ലൊരു നായകനുണ്ടാകണം എന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നല്ലൊരു ഇമാം ഉണ്ടാകണം, നല്ലൊരു ഖത്തീബ് ഉണ്ടാകണം, നല്ലൊരു പ്രബോധകൻ ഉണ്ടാകണം. എന്താ പ്രബോധകന്റെ ജോലി എന്നറിയുമോ? സാധാരണഗതിയിൽ മുടങ്ങാതെ റാത്തീബ് കഴിക്കലല്ല, മൗലൂദ് കഴിക്കലല്ല, കൈമടക്ക് വാങ്ങലല്ല, അതുമായി ബന്ധപ്പെട്ട വരുമാന മാർഗങ്ങളൊക്കെ ഉറപ്പിക്കലല്ല. പിന്നെയോ യത്ലു അലൈഹിം ആയാതിഹി, ആയാത്തുകൾ ഓതിക്കൽപ്പിച്ചു കൊടുക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് ആയാത്തുകൾ ഓതിക്കൽപ്പിച്ചു കൊടുക്കണം. വയുസക്കീഹിം, എന്നിട്ട് അവരെ പരിശുദ്ധപ്പെടുത്താൻ ശ്രമിക്കണം. വെറുതെ ഈ നാട്ടുകാരെ ചീത്ത പറയൽ മാത്രമല്ല, കുറ്റപ്പെടുത്തൽ മാത്രമല്ല. സാധാരണ മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു സോക്കേടുണ്ട്, എവിടെങ്കിലും ഒരു സ്റ്റേജ് കിട്ടിയാൽ നാട്ടുകാരെ ഇങ്ങനെ ആവശ്യമില്ലാതെ ചീത്ത പറയും. ബറക്കത്ത് കൊണ്ട് നമുക്ക് ഐക്യത്തിന്റെ സുന്ദരമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് കിട്ടുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.